നമ്മൾ പറയാൻ പോകുന്നത് കൺകറന്റ് ഓഡിറ്റ് ഇൻ ബാങ്ക്സിനെ പറ്റിയാണ്. ഇൻ CBS എൻവയൺമെന്റ്, പർട്ടിക്കുലർ ഇൻ ഫിനാക്കിൾ. ഇതാണ് ഫിനാക്കിളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഫിനാക്കിൾ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഫിനാക്കിളിൽ കൂടെ ഫിനാക്കിളിന്റെ കമാൻഡ്സ് അല്ലെ ഷോർട്ട് കട്ട് മെനു ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് അറിയാത്തവർക്ക് അതിനകത്തുള്ള പിന്നെ റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അന്ന് നേരത്തെ നമ്മൾ പണ്ട് മാനുവലായിട്ട് ചെയ്ത പോലെ നേരിട്ട് പോയി നമുക്ക് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനും നോക്കത്തില്ല. ഇന്നിപ്പോ ഈ കമാൻഡ് കൂടെ കയറി അത് തടസ്സമായിട്ട് നിൽക്കും. CBS അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൺകറന്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ കമാൻഡ്സ് ഒക്കെ അറിഞ്ഞില്ലെങ്കിൽ ആ റിപ്പോർട്ട് എടുക്കാനും അത് നമ്മുടെ റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യാനും അത് ആക്ടിവേറ്റ് ചെയ്യാനും അത് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ പ്രൊസീജിയർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺകറന്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പോൾ ഞാൻ പ്രസന്റേഷനിലേക്ക് പോവുകയാണ്. ബാങ്ക് കൺകറന്റ് ഓഡിറ്റ് യൂസിങ് ഫിനാക്കിൾ എന്നാണ് നമ്മുടെ ഇതിന്റെ പ്രസന്റേഷന്റെ യൂസിങ് ഫിനാക്കിൾ ആൻഡ് റിപ്പോർട്ടിംഗ് ത്രൂ OMS ആൻഡ് പെൻഡാന. ഒബ്സർവേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. OMS എന്ന് പറയുന്നത് പെൻഡാനയിലാണ് നേരത്തെ എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പെൻഡാനയിൽ എൻ്റർ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് അക്കൗണ്ട്സ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് OMS എന്ന സോഫ്റ്റ്വെയറോടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് OMS ൽ നമുക്ക് അഡ്വാൻസിന്റെ കമന്റ്സ് ഒക്കെ ഇടാനും അത് മാനേജ് ചെയ്യാനും വളരെ ഈസിയാണ്. അതാണ് OMS ആൻഡ് പെൻഡാന എന്ന് പറയുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കൺകറന്റ് ഓഡിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ് RBI ഘോഷ് കമ്മിറ്റി റെക്കമെൻഡേഷനാണ് കൺകറന്റ് ഓഡിറ്റ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഘോഷ് കമ്മിറ്റി അതിനുശേഷം ജിലാനി കമ്മിറ്റി വന്നപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറൈസ് ചെയ്തതോടുകൂടി കൂടുതൽ അതിന്റെ സ്കോപ്പ് RBI വളരെ കൂട്ടിയതിന്റെ. ഇപ്പൊ കൺകറന്റ് ഈസ് എ റിയൽ ടൈം എക്സാമിനേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ടു എൻഷുർ ആക്യുറസി ആൻഡ് പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് മെയിൻറ്റെയിൻ കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. റിയൽ ടൈം എക്സാമിനേഷൻ ആണ്. നമ്മൾ മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അതിനെ പറയുന്നത് പോസ്റ്റ്മോർട്ടം എക്സസൈസ് എന്ന് പറയാൻ പറ്റും. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം പോലെ നമ്മൾ എക്സസൈസ് നോക്കി എന്താ കാര്യകാരണം സഹിതം ഈ ഷോയിങ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് നമ്മൾ പോയി നോക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ. പക്ഷെ കൺകറന്റ് ഓഡിറ്റ് അതല്ല. എപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ അതിന് പാരലായിട്ട് അതിന്റെ ചെക്കിംഗ് കൂടെ നടക്കുകയും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാതെ ക്യാൻസർ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ എല്ലായിടത്തോട്ടും വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ ആ ഫ്രോഡിനെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനെ എത്രയും നേരത്തെ കണ്ടുപിടിച്ചത് പ്രിവെന്റ് ചെയ്യാനുമായിട്ടാണ് കൺകറന്റ് ഓഡിറ്റ് സിസ്റ്റം. അപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻ എല്ലാ ഒരു ആക്ടിവിറ്റി അവിടെ ബാങ്കിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും കൺകറന്റ് കവറാണ്. അത് പാരലായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന പാരലായിട്ട് തന്നെ ചെക്കിങ് നടക്കണം. അതാണ് കൺകറന്റ് ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഓഡിറ്റ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓഡിറ്റ് ചെയ്യണം. അത് കോംപ്രിഹെൻസീവ് ഓഡിറ്റ് പ്രോസസ് ആണ്. കോംപ്രിഹെൻസീവ് വെച്ചാൽ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നത്. അഡ്വാൻസ് കവർ ചെയ്യും, ഡിപ്പോസിറ്റ് കവർ ചെയ്യും, ഹൗസ് കീപ്പിംഗ് കവർ ചെയ്യും, ലീക്കേജ് കവർ ചെയ്യും, അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കും. അത് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ഗവേൺഡ് ബൈ RBI ഇന്റേണൽ കൺട്രോൾ മെക്കാനിസം റിസ്ക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ RBI കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ വെരിഫൈ ദ കംപ്ലയൻസ് വിത്ത് KYC, AML ആൻഡ് സാധാരണ KYC നോ യുവർ കസ്റ്റമർ. ഇതിന്റെ കസ്റ്റമറുടെ ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എല്ലാം ആദ്യം വെരിഫൈ ചെയ്തിട്ടാണ് KYC അക്കൗണ്ട് തുടങ്ങാൻ സമ്മതിക്കുന്നത്. ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ വല്ലതും ഉണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ 1993 ഘോഷ് കമ്മിറ്റി വെച്ചത്. അന്നാണ് നമ്മൾ ഇത് കൺകറന്റ് ഓഡിറ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1996 ആയപ്പോൾ ജിലാനി കമ്മിറ്റി അത് കൂടുതൽ സ്കോപ്പ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തു. 2015 ആയപ്പോൾ RBI CBS എൻവയൺമെന്റിൽ സ്കോപ്പ് വളരെയധികം കൂടി, എൻലാർജ് ചെയ്തു. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺകറന്റ് ഓഡിറ്റ് എന്താണ്? കൺകറന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It ensures day-to-day banking transaction align with the regulatory compliance including RBI guidelines, internal policies. നമുക്കറിയാം RBI ആണ് ബാങ്കുകളിലേക്ക് റെഗുലേറ്റർ എന്ന് പറയുന്നത്. RBI ഇടയ്ക്കിടയ്ക്ക് സർക്കുലർ ഇറക്കുന്നുണ്ട് അവരുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കി ഒക്കെ. അപ്പൊ അതെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ? അവർ ഇൻകം റെഗുലേഷൻ നോംസ് ഉണ്ട്, അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ് ഉണ്ട്, പ്രൊവിഷനിങ് നോംസ് ഉണ്ട്. ഇതെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ഡേ ടു ഡേ ബേസിൽ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ അത് ഓഡിറ്റാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി കംപ്ലയൻസ് കൂടി RBI ഗൈഡൻസ്, ഇന്റേണൽ പോളിസീസ്. ഇന്റേണൽ പോളിസീസ് നമുക്കറിയാം. ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകളിലേക്ക് ഓരോ സർക്കുലർ ഇറക്കുന്നുണ്ട്. ആ സർക്കുലറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക എന്നുള്ളതും കൺകറന്റ് ഓഡിറ്റിന്റെ പാർട്ടാണ്.
അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രോഡ് പ്രിവെൻഷൻ ബൈ ഡിറ്റക്ടിങ് ഇറഗുലാരിറ്റീസ് ഇൻ റിയൽ ടൈം. ഫ്രോഡൊക്കെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ടു എൻഷുർ ദാറ്റ് ഹൈ റിസ്ക് ഏരിയ സച്ച് ആസ് ലാർജ് ട്രാൻസാക്ഷൻ, ഹൈ വാല്യൂ ലോൺസ് ആൻഡ് ഡോർമെന്റ് അക്കൗണ്ട് റിസീവ് നെസസറി സ്ക്രൂട്ടനി. എന്താണ് ഫ്രോഡ് നടക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത്? ഹൈ റിസ്ക് ഏരിയ എന്ന് പറയുന്നത് ലാർജ് ട്രാൻസാക്ഷൻസ്, ബാങ്കിലെ ലാർജ് ട്രാൻസാക്ഷൻ നമ്മൾ പ്രത്യേകം സ്ക്രൂട്ടനി ചെയ്യണം. ഹൈ വാല്യൂ ലോൺസ്, വലിയ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം സ്ക്രൂട്ടനി ചെയ്യണം. ആൻഡ് ഡോർമെന്റ് അക്കൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡോർമെന്റ് അക്കൗണ്ട്, ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട് അല്ലെ ഡോർമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷമായിട്ട് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട് എന്ന് പറയും. രണ്ടു വർഷത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഡോർമെന്റ് അക്കൗണ്ട് ആവും. ഇതിനകത്തൂടെ ട്രാൻസാക്ഷൻ നടത്തുമെങ്കിൽ ബാങ്കിങ് പോളിസി അനുസരിച്ചുള്ള അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൂടെ നടത്താൻ. ഒന്നിൽ നേരിട്ട് വന്ന് KYC ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ അതോറിറ്റി മാത്രമേ ഇതിന്റെ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഫ്രോഡ് നടക്കാനുള്ള ഏരിയയാണ്. അടുത്ത ട്രാൻസാക്ഷൻ വെരിഫിക്കേഷൻ ഫോർ ആക്യുറസി, അഡ്ഹറൻസ് ടു KYC, ആന്റി ഫ്രോഡ് മെഷേഴ്സ്, അപ്രോപ്രിയേറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ക്യാഷ്, ആക്യുറേറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ചാർജസ്. ഇതെല്ലാം ഇതിനകത്തൂടെ കൺകറന്റ് ഓഡിറ്റ് കവർ ആകും. അപ്പം കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് സ്കോപ്പാണ്. ഞാനൊരു എന്നെ സ്കോപ്പ് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോഴുള്ള സ്കോപ്പ് തരുക ബാങ്കുകാര്. ആ സ്കോപ്പ് ഒന്ന് കാണിക്കാം അവസാനം ആകുമ്പോൾ. അത് കാണുമ്പോൾ അറിയാം, അത് ഭയങ്കരമായ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ അത് ഏറ്റെടുക്കുന്നപ്പോൾ നല്ല തയ്യാറെടുപ്പോടു കൂടി മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നല്ല ഫുള്ള് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയുടെ കൺകറന്റ് ഓഡിറ്റർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല തയ്യാറെടുപ്പിലും നല്ല പ്ലാനിങ്ങും നല്ല പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഓഡിറ്റ് തുടങ്ങാവുള്ളൂ. ട്രാൻസാക്ഷൻ വെരിഫിക്കേഷൻ ഫോർ ആക്യുറസി, അഡ്ഹറൻസ് KYC ആൻഡ് ആന്റി ഫ്രോഡ് മെഷേഴ്സ്, അപ്രോപ്രിയേറ്റ് ക്ലാസിഫിക്കേഷൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ക്യാഷ്, അത് നമ്മൾ പറഞ്ഞു. അടുത്ത എൻഹാൻസ് കസ്റ്റമർ ട്രസ്റ്റ് ഇൻ ഈസ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ഗവർണൻസ്, credibility of financial information, fostering operational efficiency across branches. ഇപ്പോൾ കസ്റ്റമർ ട്രസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബാങ്കിങ് സംബന്ധിച്ച് അവരുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് കസ്റ്റമർ ട്രസ്റ്റ് ആണ്. കസ്റ്റമർ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ അവരുടെ ഡെപ്പോസിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകും, ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും. അതുകൊണ്ട് കസ്റ്റമർ ട്രസ്റ്റിനെ പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ കൺകറന്റ് ഓഡിറ്റർക്കുണ്ട്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി റിലേഷൻ ടു കൺകറന്റ് ഈസ് വെരി ഹൈ എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഇറഗുലാരിറ്റീസ്, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, ഹൈലൈറ്റിംഗ് ഇഷ്യൂസ് ബിഫോർ ദേ എസ്കലേറ്റ്. അതാണ് കൺകറന്റ് എന്നത് ഏർലി ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എത്രയും പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കുന്നതിന് പാരലായിട്ട് തന്നെ ചെക്കിംഗ് നടക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന്റെ വ്യാപനം തടയുകയും ചെയ്യുന്നു. ഇനി പ്രിപ്പറേഷൻ ഓഫ് കൺകറന്റ് ഓഡിറ്റ്. ഒരു കൺകറന്റ് ഓഡിറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പ്രിപ്പറേഷനോടുകൂടി പോകണം, അതാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിപ്പയർ എ ഫോമൽ കൺകറന്റ് ഓഡിറ്റ് പ്രോഗ്രാം. നമ്മളിപ്പോൾ പീർ റിവ്യൂ ആണെങ്കിൽ എന്തായാലും ആദ്യം നോക്കുന്ന നമ്മുടെ ഓരോ വർക്കിനും പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രോഗ്രാം ഉണ്ടോ ഇല്ലാതെ നമ്മൾ ഓഡിറ്റ് ചെയ്താൽ ഓഡിറ്റ് ആയിട്ട് കണക്കാക്കത്തില്ല. അപ്പൊ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് കണക്കാക്കുന്നത് ഓരോ ഓഡിറ്റ് തുടങ്ങുന്നതും പ്രോഗ്രാം. നമ്മൾ എവിടെ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തുകൊണ്ട് മുമ്പ് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ അമേരിക്കയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് അങ്ങ് എത്തത്തില്ല അല്ലേ? നമ്മൾ അതേപോലെ ഡിഫിക്കൽട്ട് വരും. അതുപോലെ ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ വേണം. Preparing formal concurrent audit program covering objective and scope of concurrent audit and after considering standards on internal audit issued by ICAI. ICAIയുടെ ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ആണ് കൺകറന്റ് ഓഡിറ്റിന് കൂടുതലും ഇതായിട്ടുണ്ട്. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡോട് നമ്മൾ നോക്കണം. ഓഡിറ്റ് പ്രോഗ്രാം ഫോമലായിട്ട് ഉണ്ടാക്കണം. പിന്നെ ഡിസ്കഷൻ ഓഡിറ്റ് പ്രോഗ്രാം വിത്ത് ഓഡിറ്റ്. നമുക്കിപ്പോൾ ഓഡിറ്റ് എല്ലാം അറിയാം, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് അറിയാം. പക്ഷെ ഇത് ഓഡിറ്റ് ചെയ്യാൻ റിയൽ ഫീൽഡിൽ പോകുന്ന സ്റ്റാഫുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ ടെക്നിക്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് അത് പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. എല്ലാ ഏരിയയും കവർ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നത് അറ്റൻഷൻ കൊടുക്കാതിരിക്കാതിരിക്കും. അതുകൊണ്ട് ഡിസ്കഷൻ ദ ഓഡിറ്റ് പ്രോഗ്രാം വിത്ത് ഓഡിറ്റ് ടീം വെരി ഇമ്പോർട്ടൻറ്റ്. Audit program should cover identify the objectives, staff responsible, ആരൊക്കെയാണ് ഇതിന്റെ ഏത് സ്റ്റാഫാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഓഡിറ്റ് പ്രോഗ്രാം ഇതെല്ലാം കവറാണ്. ടൈം അലോട്ടഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി, ഓരോ ഏരിയ എത്ര ചെക്ക് ചെയ്യണമെന്ന് ഓഡിറ്റർ നേരത്തെ തീരുമാനിച്ച് പ്രോഗ്രാമിൽ കൊണ്ടുവരണം. ഹൗ ടു ക്യാരി ഔട്ട് ദീസ് പ്രൊസീജിയർ, ഓരോ പ്രൊസീജിയർ എങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ എഴുതി വെക്കണം. ആൻഡ് റീസൺ ഫോർ ഡീവിയേഷൻ, ഈ പ്രോഗ്രാമിൽ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ നേരത്തെ തീരുമാനിച്ച പ്രൊസീജിയറിൽ നിന്ന് ഡീവിയേഷൻ വരിക, അല്ലെങ്കിൽ നേരത്തെ ഇത്ര സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതിൽ നിന്ന് കുറഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. അതിന്റെ റീസൺ കൂടെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരണം. എന്നെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആകത്തുള്ളൂ.
ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷൻ ഓൾ വർക്കിംഗ് പേപ്പർ സപ്പോർട്ടിംഗ് റിപ്പോർട്ട് ഡിസ്കഷൻ ഒബ്സർവേഷൻ. ഇപ്പൊ ഡോക്യുമെന്റേഷൻ എന്തെല്ലാം വരണം? ഇമ്പോർട്ടന്റ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഓൾ ദ വർക്കിംഗ് പേപ്പർ സപ്പോർട്ടിംഗ് റിപ്പോർട്ട്, ഓൾ ദ വർക്കിംഗ് പേപ്പർ സപ്പോർട്ടിംഗ് റിപ്പോർട്ട്, നമ്മുടെ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വർക്കിംഗ് പേപ്പറും ഉണ്ടായിരിക്കണം. ഡിസ്കഷൻ വിത്ത് മാനേജർ, അതിന്റെ മിനിറ്റ്സ് ഉണ്ടായിരിക്കണം. ഒബ്സർവേഷൻ എസ്പെഷ്യലി ബ്രിങ്ങിങ് ലോസസ് ടു ബാങ്ക്, എന്തെങ്കിലും ഒബ്സർവേഷൻ, ബാങ്കിൽ നഷ്ടം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒബ്സർവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഫ്രോഡ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ക്രിട്ടിക്കൽ ബാങ്കിങ് ഏരിയാസ് കവേർഡ് ഇൻ കോൺഗ്രാന്റ് ഓഡിറ്റ്. ഏതൊക്കെ ഏരിയ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഏരിയ നമ്മൾ കവർ ചെയ്യണം? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ കാസ ആൻഡ് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്. കാസ എന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, പിന്നെ അതുപോലുള്ള കാര്യങ്ങളാണ്. ഡെപ്പോസിറ്റ് ഇറ്റ് എൻഷുർ KYC കംപ്ലയൻസ്. KYC നോ യുവർ കസ്റ്റമർ കംപ്ലയൻസ് നമുക്കറിയാം. ഇപ്പം RBI ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നതാണ്. ബാങ്കിന്റെ പുറത്ത് പണിഷ്മെന്റ് പെനാൽറ്റി ഒക്കെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് KYC കംപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. എന്നുവെച്ചാൽ ഒരാൾ നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ വരുമ്പോൾ അയാളെ പറ്റി അറിഞ്ഞിരിക്കണം. പിന്നീട് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ വോളിയോ ട്രാൻസാക്ഷൻ അയാളുടെ പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നിരോധിക്കപ്പെട്ട ആൾക്കാർ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താതിരിക്കുക, അങ്ങനെയൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് KYC വെച്ചിരിക്കുന്നത്. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, മോണിറ്ററിങ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ. ഒരാൾ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞാണ് അവരുടെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കൊടുത്തപ്പോൾ ഒരു ടീച്ചറിനാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അക്കൗണ്ട്സിൽ കൂടെ ലാക്സ് ആൻഡ് ലാക്സ് എമൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും വരികയാണെങ്കിൽ എന്തോ സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ 10 lakhs കൂടുതൽ മുകളിൽ ക്യാഷ് വരികയാണെങ്കിൽ ഒരു ഒറ്റ ട്രാൻസാക്ഷൻ ആയിട്ടോ ഒരു മാസമോ അല്ലെ ക്യുമുലേറ്റീവ് ആയിട്ടോ വരികയാണെങ്കിൽ അതും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് ആ ബാങ്ക് റിപ്പോർട്ട് ചെയ്യണം. അതൊന്ന് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് അഡ്വാൻസ് ആൻഡ് ലോൺസ്. ഇത് അടുത്ത ഏരിയ ആദ്യം നമ്മൾ പറഞ്ഞ കാസ ആൻഡ് ഡിപ്പോസിറ്റ്, മെയിൻ ആയിട്ട് ഒരു ഏരിയ കവർ. ഡിപ്പോസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പല ടൈപ്പ് ഡിപ്പോസിറ്റുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് നോക്കാം. അടുത്ത അഡ്വാൻസ് ആൻഡ് ലോൺസ്. ഇറ്റ് കവേഴ്സ് ഡോക്യുമെന്റേഷൻ, ചെക്സ്, ക്രെഡിറ്റ് അപ്രൂവൽ, കൊളാട്രൽ വെരിഫിക്കേഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ. അഡ്വാൻസിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട്. അഡ്വാൻസ് ആൻഡ് ലോൺസ് എന്ന് പറഞ്ഞിട്ട് കവേഴ്സ് ഡോക്യുമെന്റേഷൻ. നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലീഗലി നമുക്ക് അതിന്റെ പുറത്തുള്ള അതിനൊക്കെ കൊളാട്രൽ ആയിട്ടും പ്രൈമറി സെക്യൂരിറ്റി ഒക്കെ കോടതി പോയാൽ നമ്മുടെ ക്ലെയിം നിലനിൽക്കത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് അപ്രൂവൽ ബാങ്കിന്റെ പോളിസി അനുസരിച്ചാണ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു പോളിസി ഒരു ക്രെഡിറ്റ് വഴിയെ പോകുന്നവർക്ക് നമുക്ക് ലോൺ കൊടുക്കാൻ മനർക്ക് ആവശ്യമില്ല. അയാളെ വിളിച്ചെടുത്താർക്ക് ഇൻകം പ്രൂവ് ഉണ്ടോ, അസറ്റ് ഉണ്ടോ, ബാക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് അസറ്റ് ഇതുണ്ടോ എന്നൊക്കെ നോക്കി മാത്രമേ അപ്രൂവൽ കൊടുക്കൂ. അപ്പൊ അത് ബാങ്കിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ച് മാത്രമേ മാനേജർക്ക് പ്രവർത്തിക്കാനുള്ളൂ. അങ്ങനെയാണോ എന്ന് ആര് നോക്കണം? കൺകറന്റ് ഓഡിറ്റ് കവർ ചെയ്യണം. ഓരോ ലോണും സാങ്ഷൻ ആക്കുമ്പോൾ ക്രെഡിറ്റ് പോളിസി, ബാങ്ക് പോളിസി അനുസരിച്ചാണ് അപ്രൂവൽ നടന്നിരിക്കുന്നത്. കൊളാട്രൽ വെരിഫിക്കേഷൻ, ബാങ്ക് കൊളാട്രലായിട്ട് പ്രൈമറി ആയിട്ടൊക്കെ തന്നിരിക്കുന്ന സെക്യൂരിറ്റി വെരിഫൈ ചെയ്യണം. പ്രോപ്പറായിട്ട് അവരെ പാനൽ ചെയ്ത് വെച്ചിരിക്കുന്ന അവരെ കൊണ്ട് അത് വാല്യൂ ചെയ്യിക്കണം. പാനലിലുള്ള അഡ്വക്കേറ്റിനെ കൊണ്ട് അത് ലീഗൽ സ്കൂട്ടി നടത്തണം. എന്നെല്ലാം ചെയ്തിട്ട് മാത്രമേ അസറ്റ് ചെയ്യാവുള്ളൂ. പിന്നെ അസറ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പെർഫോമിംഗ് ആണോ നോൺ പെർഫോമിംഗ് ആണോ എന്നൊക്കെ പിന്നെ സബ്സിക്വന്റ് ആയിട്ട് നമ്മൾ നോക്കണം ട്രാൻസാക്ഷൻ തുടങ്ങി കഴിയുമ്പോൾ. അടുത്ത ക്യാഷ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ക്യാഷ് അവിടെ ഇരിക്കുന്ന ക്യാഷിനെ എങ്ങനെ ബാങ്കിൽ നിന്ന് പറഞ്ഞാൽ ക്യാഷ് വരികയും പോവുകയും ലക്ഷങ്ങളും കോടികളും ഒക്കെ അതിനകത്ത് ഇരിക്കുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യണം? ക്യാഷ് മാനേജ്മെന്റ് ഓഡിറ്റ് ഇൻവോൾവ് ഡെയിലി ക്യാഷ് ബാലൻസ് വെരിഫിക്കേഷൻ. നമ്മൾ ഡെയിലി ക്യാഷ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അവിടുത്തെ അക്കൗണ്ടന്റ് ക്യാഷ്യർ ക്യാഷ് വെരിഫൈ ചെയ്ത് അവിടെ സൈൻ ചെയ്യണം ആ ക്യാഷ് ബുക്കിൽ. അത് നമുക്ക് നോക്കാവുന്നത് ക്യാഷ് രജിസ്റ്ററും CPSും ആയിട്ട് ടാലി ആണെന്ന് നോക്കാം. ക്യാഷ് രജിസ്റ്ററുമായിട്ട് ടാലി ആണെന്ന് നോക്കാം. പിന്നെ ATM ക്യാഷ് മോണിറ്ററിങ്, അതും പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്ത് റെക്കൺസിൽ ചെയ്യണം. ATM കാൽക്കുലേഷൻ ഓഡിറ്റർക്ക് ATM ക്യാഷ് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ സ്കോപ്പിൽ പറഞ്ഞിട്ടുള്ളത് ചെയ്തിരിക്കണം. അതുപോലെ അഡ്ഗർ സേഫ്റ്റി പ്രോട്ടോകോൾ ഫോർ ജോയിന്റ് കസ്റ്റഡി നമ്മുടെ രജിസ്റ്റർ ഉണ്ട്. കീ മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട്. ഇതൊക്കെ കീ ഒക്കെ മൂവ് ചെയ്യുമ്പോൾ ആ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് മാത്രമേ ഹാൻഡ് ഓവർ ചെയ്യാവുള്ളൂ. രണ്ട് കീ ഒരാൾ ഹാൻഡിൽ ഒരു കയ്യിൽ വെച്ചിരുന്നാലേ ഫ്രോഡ് നടക്കാനും ക്യാഷ് തഫ്റ്റ് നടക്കാനൊക്കെ ചാൻസ് ആണ്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹൗസ് കീപ്പിംഗ് വെരിഫിക്കേഷൻ ഇൻവോൾവ്. ഇനി അടുത്ത ഹൗസ് കീപ്പിംഗ്. ആദ്യം നമ്മൾ പറഞ്ഞു കാസ അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റ് പറഞ്ഞു. രണ്ടാമത് അഡ്വാൻസ് ആൻഡ് ലോൺസ് പറഞ്ഞു. മൂന്നാമത്തെ ക്യാഷ് മാനേജ്മെന്റ് പറഞ്ഞു. നാലാമത് ഹൗസ് കീപ്പിംഗ് പറയാണ്. ഹൗസ് കീപ്പിംഗ് വെരിഫിക്കേഷൻ ഇൻവോൾവ് മാനേജിങ് സസ്പെൻസ് അക്കൗണ്ട്. ബാങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണും. സൺഡേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഒക്കെ പറഞ്ഞ് കാണും. അതൊക്കെ പാർക്കിംഗ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. പാർക്കിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ആർക്കും ക്രെഡിറ്റ് കൊടുത്താൽ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഇപ്പൊ മാനേജർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് വേറെ പുള്ളിയുടെ വൈഫിന് ക്രെഡിറ്റ് കൊടുത്താൽ
എടുത്തിട്ട് പൈസ എടുത്ത് വൈഫിന് പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത്ര ക്രിട്ടിക്കലാണ് ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും അഡ്വാൻസ് ഒക്കെ ബാങ്കിന് കൊടുക്കണേ അങ്ങനെയാണ്, സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പൈസ അത് നമ്മളെ ഓഡിറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ, കൊടുത്തൊക്കെ ജെന്യൂൻ ആയിട്ടുള്ളതാണോ, ലോങ് വലിയ എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ റിക്കറിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അതെല്ലാം ബാങ്കിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണോ അതോ പേഴ്സണൽ ആണോ എന്ന് ശ്രദ്ധിക്കണം. ആൻഡ് അഡീഷണൽ ഡെയിലി വൗച്ചേഴ്സ് ആർ ഇൻ ഓർഡർ. വൗച്ചേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഓർഡർ വെക്കുന്നുണ്ടോ, അത് നമ്മൾ സപ്പോർട്ടിങ് വൗച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടിങ് ബിൽസ് ഒക്കെ ഉണ്ടോ, നമ്മൾ എക്സ്പെൻസ് ബില്ലാണ് അവിടെയും ഉണ്ട്. അവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതും അവിടുത്തെ ട്രാവലിംഗ് എക്സ്പെൻസ്, അവിടുത്തെ റെന്റ് കൊടുക്കുന്നതെല്ലാം പ്രോപ്പറായിട്ട് അക്കൗണ്ട്സും സപ്പോർട്ടിംഗ് ബിൽസും ആസ് പെർ എഗ്രിമെന്റും ആണോ എന്ന് ഓഡിറ്റർ നോക്കണം. റവന്യൂ ലീക്കേജ് പ്രിവെൻഷൻ ഫോക്കസ് ഓൺ എൻഷുറിംഗ് കറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫീസ്. റവന്യൂ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ റവന്യൂ ലീക്കേജ് ആണ്. പ്രിവെൻഷൻ റവന്യൂ ലീക്കേജ് പ്രിവെൻഷൻ എന്ന ഒരു ഇതിൽ വെച്ചിട്ട് ഫോക്കസ് ഓൺ എൻഷുറിംഗ് കറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫീസ്. നമ്മളെ സർവീസ് ചാർജ് സർക്കുലർ ഉണ്ട്, ആ സർക്കുലർ പറയുന്ന ഫീസൊക്കെ കറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ടോ, ഡോക്യുമെന്റേഷൻ ചാർജ്, പ്രോസസ്സിംഗ് ചാർജ്, ഇൻസ്പെക്ഷൻ ചാർജ്, അങ്ങനെയുള്ള ചാർജസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ, അത് പ്രോസസ് അവർക്ക് സർക്കുലർ ഉണ്ട്, സർക്കുലർ അനുസരിച്ച് ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ യൂസിങ് ഫിനാക്കിൾ ഫോർ കൺകറന്റ് ഓഡിറ്റ്. ഫിനാക്കിളെ പറ്റി നമ്മളൊന്ന് പറയാം, ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ഫിനാക്കിളെ വൈഡ്ലി യൂസ്ഡ് കോർ ബാങ്കിങ് സൊല്യൂഷൻ. അതൊരു കോർ ബാങ്കിങ് സൊല്യൂഷൻ ഉണ്ട്. ബാങ്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, ഫിനാക്കിൾ ഉണ്ട്, ഫ്ലെക്സ് ക്യൂബ് ഉണ്ട്, അങ്ങനെ കുറെ കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിനാക്കിളാണ്. വൈഡ്ലി യൂസ് കോർ ബാങ്കിങ് സൊല്യൂഷൻ സപ്പോർട്ട് കൺകറന്റ് ഓഡിറ്റ്സ് ബൈ പ്രൊവൈഡിംഗ് ടൂൾസ് ഫോർ ട്രാൻസാക്ഷൻ റിവ്യൂ. അത് നമ്മൾ പണ്ട് മാനുവലായിട്ട് നമ്മളൊക്കെ ഓഡിറ്റ് ആർട്ടിക്കൽഷിപ്പ് പീരീഡില് എല്ലാം മാനുവലായിരുന്നു. അവിടെ 10-20 ആൾക്കാർ കാണും, 10-25 തടിയും ബുക്കുകൾ കാണും. ഇതിനകത്തൊന്നും ഒരു അക്കൗണ്ട് തപ്പിയെടുത്ത് വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട്. അവർ തന്നെ മാനുവലായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മാസം വെക്കും. അത് നമ്മൾ പോകുന്ന മെയിൻ ജോലി അതൊക്കെയാണ്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ. ഇപ്പൊ അങ്ങനെയുള്ള അതെല്ലാം മാറിയിട്ട് സിസ്റ്റം ആയ ശേഷം നമുക്ക് അതിന്റെ സിസ്റ്റം ശരിയാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ സിസ്റ്റം ശരിയാണ്, ഒരു സ്കീമിലുള്ള ഒരു ഇൻട്രസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള എല്ലാം ശരിയായിരിക്കും. അതുപോലെ ഒരു പാർട്ടികൾ ലോൺ കൊടുത്തതിന്റെ ഒരു ഇൻട്രസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ആ സ്കീമിലുള്ള എല്ലാ ലോണും അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പഠിക്കണം. ആ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഡെയിലി പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് സിസ്റ്റം കാൽക്കുന്ന ഇൻട്രസ്റ്റ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ അത് റേറ്റ് എല്ലാം കറക്റ്റ് ആണോ, അവിടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആണോ, അങ്ങനെയുള്ള എളുപ്പങ്ങളെല്ലാം CBS വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാങ്ഷൻ ലെറ്ററുള്ള എല്ലാ പാരാമീറ്ററും കറക്റ്റ് ആയിട്ട് മാസ്റ്റർ ഇടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓൾ ഡേ പീരീഡ്, ഇൻസ്റ്റാൾമെന്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ, എന്നാലേ അത് കറക്റ്റായിട്ട് അത് നമ്മളെ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുള്ളൂ. ഇൻകം ലീക്കേജ് ഒക്കെ കണ്ടുപിടിക്കാൻ നടക്കുള്ളൂ. അത് നമ്മുടെ പാർട്ടാണ്, കൺകറന്റ് ഓഡിറ്റിന്റെ പാർട്ടാണ്. അതൊക്കെ പിന്നെ ഇത് CBS ആയതുകൊണ്ട് നമുക്ക് മാസ്റ്ററൊക്കെ നോക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടും മാനുവൽ ആണെങ്കിൽ ഓരോ അക്കൗണ്ടും ഓരോന്നുമായിട്ട് നോക്കണം വരും, ഓരോ അക്കൗണ്ടിൽ പോയി നോക്കണം. ഇത് ഓരോ അക്കൗണ്ടിൽ പോകണം, പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ മെനു ഒക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോയി മാസ്റ്ററിലോട്ട് പോകാൻ പറ്റും. അതുപോലെ ഒരു കസ്റ്റമർ 10 ലോൺ ഉണ്ടെങ്കിൽ 10 ലോൺ അവരുടെ കസ്റ്റമർ ID വെച്ച് സെർച്ച് ചെയ്താൽ പിന്നാക്കൾ അത് കാണിക്കും. അതിന്റെ സെക്യൂരിറ്റി എന്താണെന്ന് കാണിക്കും, ഇയാളുടെ ഓരോ ട്രാൻസാക്ഷൻ എന്താ. ഓരോ അക്കൗണ്ട് NPA ആയി കഴിഞ്ഞാൽ ബാക്കി അക്കൗണ്ട് എല്ലാം NPA ആണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഫിനാക്കിൾ കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവിടും. ഓക്കെ, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് വരുന്നുണ്ട് ലോണിന്റെ കാര്യം. ഫിനാക്കിൾ വൈഡ്ലി യൂസ് കോർ ബാങ്ക് സൊല്യൂഷൻ പറഞ്ഞു. സപ്പോർട്ട് കൺകറന്റ് ഓഡിറ്റ് ബൈ പ്രൊവൈഡിംഗ് ടൂൾസ് ഫോർ ട്രാൻസാക്ഷൻ റിവ്യൂ. ട്രാൻസാക്ഷൻ നമുക്ക് മൊത്തമായിട്ട് കാണാം, ഒന്നായിട്ട് കാണുക, റിപ്പോർട്ടായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പീരീഡ് ഇട്ട് കൊടുത്ത പീരീഡ് ആയിട്ട് നമ്മൾ അവരുടെ ഡെയിലി അതാണ് ലൈവ് ഡേറ്റ കാണാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻ്റ് ഈ CBSന്റെ ഒക്കെ പ്രത്യേകത. റിപ്പോർട്ട് ജനറേഷൻ ആൻഡ് കംപ്ലൈൻസ് ചെക്സ്, TDS എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ, പാരാമീറ്റർ കറക്റ്റായിട്ട് ഇട്ടുണ്ടോ, കറക്റ്റായിട്ട് കട്ട് ചെയ്യും അല്ലേ. അപ്പൊ അത് അടയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. Finacle's real-time data access is particularly valuable in concurrent audit, as it allows auditors to identify and address irregularities immediately. It enables auditor to maintain a high degree of accuracy. It also facilitates an efficient, streamlined audit covering all essential banking functions. എല്ലാ ഏരിയയും കവർ ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി കുറെ കമാൻഡ്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. Finacle specialized menus such as HFTI, Financial Transaction Inquiry, HEX, CPRPT, Exemption Report. എക്സെപ്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഇപ്പം മാനേജറുടെ അപ്രൂവൽ ഇല്ലാതെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൈകിട്ടത്തെ എക്സെപ്ഷൻ റിപ്പോർട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം കയറി വരും. അത് മാനേജർ എല്ലാ ദിവസവും ഈ എക്സെപ്ഷൻ റിപ്പോർട്ട് എടുത്ത് വെരിഫൈ ചെയ്ത് അടുത്ത ദിവസം അത് ഓക്കെ ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് പുള്ളിയുടെ ആദർശം കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ഓഡിറ്റർ നോക്കണം. ഓഡിറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ എക്സെപ്ഷൻ റിപ്പോർട്ട് നോക്കുകയും അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന
എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ, അതെന്താണ്ടോ അങ്ങനെ വരുന്നത് നമ്മൾ തിരക്കുകയും വേണം. മാനേജർ എല്ലാ ദിവസവും എടുത്താൽ സൈൻ ചെയ്ത് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് ഒരു ഫയൽ കീപ്പ് ചെയ്യണമെന്നാണ് ബാങ്കിന്റെ എല്ലാം പോളിസികൾ. പക്ഷേ അത്രയ്ക്ക് എക്സെപ്ഷൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് അതിനകത്ത്. അപ്പൊ അത് വെരിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കണ്ടന്റ് ഓഡിറ്റ് സെക്ഷനെ സംബന്ധിച്ചും. അല്ല അത് ശരിയാണ്. ഇപ്പൊ നമ്മളെ ഈ പല ഒരാൾ പല ലോൺസ് എടുക്കുന്നതെല്ലാം ചെക്ക് ചെയ്യണമല്ലോ കസ്റ്റമർ ഐ ഡി വെച്ചിട്ട്. ആ ഇപ്പൊ സപ്പോസ് ഇൻ കേസ് അയാൾ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് എടുത്ത ഇത് ഇവിടെ അറിയാൻ പറ്റുമോ? അക്കൗണ്ട് ഉണ്ട്, വേറെ ആൾ ആ സെയിം ആളിന് വേറെ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതെ ആ അതെ. സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷെ നേരത്തെ ഈ അല്ലേ? ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു എക്സസൈസ് ചെയ്തിരുന്നു, എല്ലാ ബാങ്ക് ചെയ്യേണ്ടി വന്നു. ഐ തിങ്ക് ഒരു RBI റിക്വയർമെന്റ് ആയിരുന്നു, എനിക്ക് അറിയത്തില്ല. ഒരു എക്സസൈസ് എല്ലാ ബാങ്കിനും ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഈ അപ്പൊ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെയിം ഫോൺ നമ്പർ അല്ലെങ്കിൽ സെയിം പാൻ നമ്പർ, അങ്ങനത്തെ ക്രൈറ്റീരിയ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ പറഞ്ഞ കസ്റ്റമർ IDs എല്ലാം മെർജ് ചെയ്തു. അറിഞ്ഞേ. ഇപ്പൊ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ പാരാമീറ്റർ വെച്ച് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ. Finacle specialized menus such as HFTI, Finacle Transaction Inquiry, HEX CPRP Exemption Report, and HFI Audit File Inquiry. ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും ബാങ്ക് വൈസ്. Enable auditors to review detailed transaction data, identify unusual activities. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുക ഈ കമാൻഡ് വെച്ചിട്ട്. അൺയൂഷ്വൽ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ട്രാക്ക് ഒരു പർട്ടിക്കുലർ വ്യക്തി നടത്തിയ ക്യാഷ് ട്രാൻസാക്ഷൻ, ഒരു അപ്രൂവ് ചെയ്ത ട്രാൻസാക്ഷൻ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഈ ഫിനാക്കിൾ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെയൊക്കെ ടെക്നിക്ക് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. HSC LINQ ടു വ്യൂ ദ മാസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ. മാസ്റ്റർ കയറി നോക്കുന്ന കാര്യം പറഞ്ഞില്ല. മാസ്റ്റർ ലിറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ മാസ്റ്ററോട് കയറാനുള്ള ലിങ്ക് ആണത്. FBDNO ടു വ്യൂ ദ ഡിനോമിനേഷൻ വൈസ് ക്യാഷ് കാണാമെങ്കിൽ FBDNO ഷോർട്ട് കട്ട് കൊടാം. FBL REQ HPR ടു ചെക്ക് ലോക്കർ ആൻഡ് അരിയർ. HCLM ടു ചെക്ക് ഇൻഷുറൻസ് പെൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് പെൻഡിങ്ങോ ഇൻഷുറൻസ് പെൻഡിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ HCLM ഒക്കെ ഇവിടെ കയറി നമുക്ക് അത് റിപ്പോർട്ട് കിട്ടും. HCRB കസ്റ്റമർ ID വൈസ് റിപ്പോർട്ട്, ഒരു ഐഡിയിലുള്ള കസ്റ്റമർക്ക് എത്ര ലോൺ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും. CBS report menu DLBR04 to see account open during the month. DLRB 225 non-insured security assets. DLRB 85 to get the list of advance related report. Advance കുറെ റിപ്പോർട്ട് ഉണ്ട്, അതെല്ലാം ഈ മെനുവിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും. HSCT ആണ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഹെൽത്ത് എൻഷുർ പ്രോപ്പർ ലോൺ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണോ, RBI നോംസ് അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യണമെങ്കിൽ വൈൽ HCULA allows a review of all loan account linked to a customer. അത് അഡീഷണൽ ആയിട്ടുള്ളതാണ്. ടൂൾസ് ഇൻവെസ്റ്റിഗേറ്റ് ഹൈ റിസ്ക് ട്രാൻസാക്ഷൻ, വെരിഫൈ ലോൺ ആൻഡ് കൺഫേം KYC കമ്പനി ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട്. Auditing CASA and deposits. Concurrent audit ensure that deposit operations comply with both regulatory requirements and internal policies, preventing fraudulent activities and promoting secure, reliable banking. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട് കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കവർ ആകുന്നുണ്ട്. Audit value that all customer information comply with the KYC guideline and that accounts are properly documented, especially for new account. High value deposits and transaction patterns are reviewed for unusual activity, ensuring that source of fund is legitimate. അങ്ങനെ വലിയ ഡിപ്പോസിറ്റ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ സോഴ്സ് കൂടെ നമ്മൾ നോക്കണം അല്ലേ. ആന്റി മണി ലോണ്ടറിംഗിലെ അതിന്റെ സോഴ്സ് എന്നാന്ന് മാനേജർ നോക്കി അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. Audit value that all customer information comply with KYC ഉണ്ടോ എന്ന് ആദ്യം നോക്കും. Dormant account which are often target for misuse are carefully monitored to confirm compliance with നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Quick mortality account open and close within a short time ആണെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യണം for possible fraud indicators. Tools in Finacle HFTI, auditors can track large transactions. HFTI വെച്ചിട്ട് HFBMR വെച്ച് ഐഡന്റിഫൈ അക്കൗണ്ട്സ് that consistent fall below minimum balance. മിനിമം ബാലൻസ് ഇല്ലാത്തവർക്കെല്ലാം പെനാൽറ്റി ഉണ്ട്. അതൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് HABMR ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കമ്പ്യൂട്ടറിൽ തന്നെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് അത് വേണം ഉപയോഗിക്കാം. HSCCBAL ഈസ് യൂസ് ടു മോണിറ്റർ ഇനാക്റ്റീവ് അക്കൗണ്ട്സ്. ആ കമാൻഡ് കൊടുത്ത് നമുക്ക് ഇനാക്റ്റീവ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇനാക്റ്റീവ് അക്കൗണ്ട് ദേ ആർ റീആക്ടിവേറ്റഡ് ഓൺലി ആഫ്റ്റർ പ്രോപ്പർ ചെക്സ്. പ്രോപ്പർ അഡീഷണൽ KYC ഒക്കെ കൊണ്ടുവന്നിട്ട് മാത്രമാണോ ഇത് റീആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
ഇനി ഓഡിറ്റിംഗ് അഡ്വാൻസ് ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാണ്. Loans, accounts, and advance requires comprehensive auditing to confirm adherence to bank policies, regulatory standard, and customer agreement. This comprehensive audit of a loan account helps maintain loan portfolio quality, minimizes risk exposure, and promotes sound credit management practices within the branch. ഇപ്പോൾ ഓഡിറ്റ് അഡ്വാൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. Auditor verify that all documentation from application forms to collateral agreement is complete and accurate. കംപ്ലീറ്റ് ആണ്. ഫോം ഒന്നും സൈൻ ചെയ്താൽ വെച്ചാൽ അതിനൊന്നും കോടതി പോകുമ്പോൾ അതിന് വാലിഡിറ്റി ഇല്ല. അപ്പം പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, സീൽ വെച്ചിട്ടുണ്ടോ, ഇത് അടയ്ക്കുന്ന കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ടോ, എല്ലാം കറക്റ്റ് ഫില്ല് ചെയ്തിരിക്കാൻ കറക്റ്റ് ആണോ എന്നൊക്കെ ഓഡിറ്റർ നോക്കണം. എടുക്കേണ്ട അവർക്ക് ഇതുണ്ട്, ഡോക്യുമെന്റേഷൻ മാനുവൽ രജിസ്റ്റർ ഇതുണ്ട്, അത് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. Auditor also review repayment schedule, particularly for overdue accounts. Overdue account report കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ റീപേയ്മെന്റ് ഷെഡ്യൂളൊക്കെ മാറ്റിയിട്ടാണ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. ടു എൻഷുർ അപ്രോപ്രിയറ്റ് റിക്കവറി മെഷേഴ്സ് ആർ ഇൻ പ്ലേസ്. പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് ബ്രാഞ്ചിന്റെ ഒരു ഡ്യൂട്ടിയാണ് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ലോൺ കൊടുത്താൽ മാത്രം പോരാ, പോസ്റ്റ് സാങ്ഷൻ കണ്ടീഷൻ, പോസ്റ്റ് സാങ്ഷൻ സ്കൂട്ടണി എല്ലാം ഫോളോ അപ്പ് എല്ലാം ബാങ്കിലെ അവിടുത്തെ ഓഫീസർമാരുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, അതിനെല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. Interest calculation, processing fees, and documentation charges are verified to ensure they align with the bank policies. Interest calculation ഒക്കെ റേറ്റ് എല്ലാം കറക്റ്റ് ആണോ, പ്രോസസ്സിംഗ് ഫീസ് എടുത്തിരിക്കുന്ന ആസ് പെർ അവരുടെ സർക്കുലർ ഉണ്ട്, ആ സർക്കുലർ സർവീസ് ചാർജ് സർക്കുലർ ഉണ്ട്, ആ സർക്കുലർ വാങ്ങിച്ചു വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓഡിറ്റ് തുടങ്ങാനായിട്ട്. അപ്പോൾ ആ സർക്കുലർ പറഞ്ഞ ഫീസ് ഒക്കെ എടുക്കുന്നുണ്ടോ, ഡോക്യുമെന്റേഷൻ ചാർജസ് ആർ വെരിഫൈഡ് ടു എൻഷുർ. അല്ലെങ്കിൽ ഫിനാക്കിൾ ടൂൾ HASSCT എടുത്തു കഴിഞ്ഞാൽ യൂസ് ടു കൺഫേം ദ ആക്യുറേറ്റ് ക്ലാസിഫിക്കേഷൻ ലോൺ അക്കൗണ്ട് ആസ് പെർഫോമിംഗ് നോൺ പെർഫോമിംഗ് ആയിട്ടാണ് കറക്റ്റ് ആണോ ക്ലാസിഫൈ ചെയ്ത് നോക്കാനായിട്ട് ആ ഷോർട്ട് കട്ട് മെനു എടുക്കാം. പിന്നെ അടുത്ത ഷോർട്ട് കട്ട് HSCL MRPTS എടുത്തു കഴിഞ്ഞാൽ റിവ്യൂസ് ദ ആഡിക്വസി ഓഫ് കൊളാട്രൽ ഡോക്യുമെന്റേഷൻ എൻഷുറിംഗ് ഇറ്റ് കവേഴ്സ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എമൗണ്ട്. കൊളാട്രൽ ഡോക്യുമെന്റേഷൻ എത്രയാണ്, അതിന്റെ വാല്യൂ എത്രയുണ്ട്, അതിപ്പോൾ ഉള്ള ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് കവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ആ കമന്റ് ഉപയോഗിക്കാം. പിന്നെ HCULA provides details of all loan account associated with a particular customer. നമ്മൾ നേരത്തെ പറഞ്ഞു. NPA classification and collateral verification. Disbursement schedules and asset classification are monitored. Ensure they are meet RBI asset classification and income registration norm. RBIയുടെ മാസ്റ്റർ സർക്കുലർ ഒക്കെ എല്ലാ വർഷവും ഓരോന്ന് ഇറങ്ങുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള RBI മാസ്റ്റർ സർക്കുലർ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം നോക്കുക. പിന്നെ ഇൻകം രജിസ്ട്രേഷൻ നോംസ് വല്ല വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിന്റെ അവരൊക്കെ ബ്രാഞ്ച് കറക്റ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ടോ. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ കണ്ടുപിടിച്ച് NPA PA ഒക്കെ ആക്കുകയാണ്. എങ്കിലും അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്കോ മാനേജർക്കോ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത ഒരു എൻട്രി ഇടുക, ക്രെഡിറ്റ് കൊടുക്കുക, ഡെബിറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓഡിറ്റിനൊക്കെ പോകുമ്പോൾ. അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈമറി കൊളാട്രൽ സെക്യൂരിറ്റീസ് ആർ വെരിഫൈഡ്. ഒരു ദിവസം തന്നെ ക്രെഡിറ്റ് കൊടുക്കുക, ഒരു ക്രെഡിറ്റ് വന്നായിട്ട് കാണിക്കുക, അന്ന് തന്നെ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ഈ ഇൻകം രജിസ്ട്രേഷൻ നോംസിനെ വയലേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. Primary and collateral securities are verified by auditor to ensure its existence and correctness of valuation. അപ്പോൾ സെക്യൂരിറ്റി ഒക്കെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് എംപാനൽ ചെയ്ത ആൾക്കാർ തന്നെ വാല്യൂ ചെയ്യുന്നത്, ഈ വാല്യൂ ചെയ്തവരൊക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് കണ്ടുണ്ടോ, ലെഡ്ജർ സ്കൂട്ട് ചെയ്ത ലീഗൽ സ്കൂട്ട് ചെയ്ത അഡ്വക്കേറ്റ് ഒറിജിനൽ ഡോക്യുമെന്റ് കണ്ടിട്ടാണോ ചെയ്ത, ഫോട്ടോ കോപ്പി വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. അത് വാലിഡ് ആകത്തില്ല. ഫോട്ടോ കോപ്പി നമുക്ക് ഇത് വേണമെങ്കിലും എന്ത് തിരുമറി വേണമെങ്കിലും നടത്താം. അപ്പം ഫോട്ടോ കോപ്പി വെച്ചുള്ള ലീഗൽ ഒപ്പീനിയൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഒപ്പീനിയൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. അതനുസരിച്ചാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം ഓഡിറ്റർ. ക്രിട്ടിക്കൽ ചെക്ക് ലിസ്റ്റ് ഫോർ ലോൺസ് അഡ്വാൻസ്. ക്രിട്ടിക്കലായിട്ട് കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന RBIയുടെ ഇതനുസരിച്ചിട്ട് ലോൺ സാങ്ഷൻ വിത്ത് ഡെലിഗേറ്റ് പവേഴ്സ് ആസ് പെർ ക്രെഡിറ്റ് പോളിസി. ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസി അനുസരിച്ച് ബ്രാഞ്ച് മാനേജർ പവറിനുള്ളിൽ നിന്നോടാണ് സാങ്ഷൻ ശരിക്കും നോക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സാങ്ഷൻ ലെറ്റർ കംപ്ലൈന്റ് എടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കുറെ കണ്ടീഷൻസ് കാണും, പ്രീ സാങ്ഷൻ, പോസ്റ്റ് സാങ്ഷൻ ഒക്കെ പറഞ്ഞിട്ട് അതെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ വയലേഷൻ കാണും, അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർ എക്സംഷൻ വാങ്ങിക്കണം. മുകളിലുള്ള അപ്രൂവൽ അതോറിറ്റിയിൽ നിന്ന്, അവരുടെ ഹയർ അതോറിറ്റിയിൽ നിന്ന് അതിനുള്ള എക്സംഷൻ വാങ്ങിക്കണം. വെദർ ലോൺ സാങ്ഷൻ പാരാമീറ്റേഴ്സ് ആർ ഫോർമലി ഫിൽഡ് ഇൻ CBS. അതാണ് നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, സ്റ്റേറ്റുകളും ഹോളിഡേ പീരീഡുകളെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് വരത്തുള്ളൂ. അതുപോലെ പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് പെനാൽറ്റി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണിറ്ററിംഗ് ആൻഡ് ഫോളോ അപ്പ്. വെദർ ബാങ്ക് ഫോളോഡ് അപ്പ് റെഗുലർ അഡ്വാൻസ്, ഓഡിയോ ബിൽസ് പർച്ചേസ്, റോക്കൽ കോൺട്രാക്ട്. ഓഡിയോ ബിൽ പർച്ചേസ് ചെയ്യാണ് ബേസ്ഡ് ഓൺ
ഇറവോക്കബിൾ കോൺട്രാക്ട് എന്നാണ്. ഡിസ്കൗണ്ട് ചെയ്യുന്ന വെച്ചാൽ ബാക്ക് ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നെഗോഷിയേറ്റർ ബാക്ക് ബൈ ഡൊമസ്റ്റിക് എൽ സി. ചെക്ക് വെദർ സെക്യൂരിറ്റീസ് ഫോർ ലോൺ പ്രോപ്പർലി ചാർജ് രജിസ്റ്റേർഡ് ആൻഡ് വാല്യൂഡ് നമ്മൾ പറഞ്ഞു. ഡോക്യുമെന്റ് ഫോർ ക്രിയേഷൻ ഓഫ് ചാർജ്, ക്രിയേഷൻ ഓഫ് മെമ്മോറണ്ടം, ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ. ടൈറ്റിൽ ഡീഡ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലെ ഒരു ഇതുണ്ട്, ക്രിയേഷൻ മെമ്മോറണ്ടം ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ. അവർ ഞങ്ങൾ പിന്നെ ലോൺ എടുത്തതിന് ഞങ്ങൾ ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അതൊരു രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ട് 2 ഓഫീസർമാർ സൈൻ ചെയ്യും. അപ്പോഴാണ് അത് മോർഗേജ് കംപ്ലീറ്റ് ആകുന്നത്. ഫയലിംഗ് രജിസ്ട്രേഷൻ നമ്മൾ പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ രജിസ്ട്രേഷൻ ചാർജ് നമ്മൾ ROC ഫയൽ ചെയ്യണം, രജിസ്ട്രേഷൻ ഫയൽ ചെയ്യണം. പിന്നെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലോൺ എല്ലാം അടച്ച് സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഫയൽ ചെയ്യണം. എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് സെർച്ച് റിപ്പോർട്ട് നമ്മൾ നോക്കാം. കംപ്ലൈൻസ് ഓഫ് പ്രൂഡൻഷ്യൽ നോംസ് ഓൺ ഇൻകം റെഗുലേഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് ബൈ RBI. RBIയുടെ ഇൻകം റെഗുലേഷൻ നോംസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അതനുസരിച്ചാണ് ബാങ്ക് ചെയ്യുന്നത് നോക്കാം. ഡിസ്കൗണ്ട് ഓഫ് ബിൽസ്, ലോറി റെയിൽവേ റെസിപ്റ്റ്. ബിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ലോറി റെയിൽവേ റെസിപ്റ്റ് ഒബ്റ്റൈൻ ഇൻ ഫേവർ ഓഫ് ദ ബാങ്ക് from Interbank Association approved list. Periodical go down inspection, gold loan physical variation of bank and physical ആയിട്ട് കുറച്ച് വെരിഫൈ നമുക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാം. നമ്മൾ കൈകൊണ്ട് അത് ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അവിടുത്തെ ലോൺ അപ്രൈസർ വന്നിട്ട് അത് വെരിഫൈ ചെയ്ത് നമുക്ക് പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് നമുക്ക് അത് വെരിഫൈ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് പാക്കറ്റ്സും നമ്പർ ഓഫ് അക്കൗണ്ട്സും കൂടെ ടാലി ആണെന്ന് നോക്കാം. ലോൺ അങ്ങനെയൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ബിൽ ഡിസ്കൗണ്ട് ആണെങ്കിൽ ലോറി റെസിപ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നാണ് കിട്ടിയെന്ന് നോക്കാം. ഏർലി വാർണിംഗ് സിഗ്നൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഏർലി വാർണിംഗ് സിഗ്നൽ RBIയുടെ ഇതാണ്. ഏർലി വാർണിംഗ് സിഗ്നൽ നമ്മൾ കിട്ടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണം. അതനുസരിച്ച് ബാങ്ക് നമ്മുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ബാങ്ക് അതിന് ആക്ട് ചെയ്യണം. ഇപ്പൊ ബാങ്ക് ഇത് കൺകറന്റ് ഓഡിറ്റ് തന്നെ വെച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ഏർലി വാർണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ലെവൽ ഇതാണ് ഡിഫെൻസീവ് ആണ് കൺകറന്റ് ഓഡിറ്റ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ബാങ്ക് ഫോളോ ചെയ്യണമെന്നും അതനുസരിച്ചുള്ള ഒരു ആക്ഷൻ പ്രിവെന്റീവ് ആക്ഷൻ എടുക്കണമെന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. പെർസിസ്റ്റന്റ് ഡിഫോൾട്ട് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. ഒരു കമ്പനി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് കറക്റ്റായിട്ട് അടയ്ക്കുന്നില്ല. അതെന്താണ്? ഇത് NBI, ഈ അക്കൗണ്ട് NBIയിലേക്ക് പോകാനുള്ള ചാൻസ് ആണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. അത് റിപ്പോർട്ട് ചെയ്യണം. NBI ആകുന്ന നമ്പർ റിപ്പോർട്ട് ചെയ്യണം. കുഞ്ഞ് മരിച്ച ശേഷം മരുന്ന് എഴുതിയിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ നമ്മള് പേഷ്യന്റ് മരിച്ച ശേഷം ഡോക്ടറെ ചെക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടോ കാര്യമില്ല. അതിന് ചെറിയൊരു അസുഖം വരുമ്പോൾ അല്ലെ അതിന്റെ എന്തെങ്കിലും വലിയ ഡിസീസ് വരുന്നതിന് മുമ്പേ അതിന്റെ സിംറ്റം കണ്ട് പറയാൻ സാധിക്കും. ബൗൺസിങ് ചെക്സ് ഇൻ ഹൈ വാല്യൂ. അവരുടെ അക്കൗണ്ട് നോക്കുമ്പോൾ കുറെ ചെക്ക് വന്നിരിക്കുന്നു, അത് ബൗൺസ് ആയി തിരിച്ചു പോയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇത് അക്കൗണ്ട് ഹെൽത്ത് ശരിയല്ല, ഈ അക്കൗണ്ട്സിന്റെ ഹെൽത്തി അല്ല എന്ന് പറയാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ സ്കോപ്പ് ഓഫ് ദ പ്രോജക്ട്. നമ്മൾ അപ്രൂവ് ചെയ്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റ് മാറി, ഞങ്ങളുടെ സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ് ഇതല്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്തോ സംതിങ് റോങ്. അക്കൗണ്ട് അവരുടെ ശരിക്കും പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും റിപ്പോർട്ട് ചെയ്യാനും പറ്റണം. ഫ്രീക്വന്റ് ഇൻവോക്കേഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടി, ഡിവോൾവ്മെന്റ് ഓഫ് LC. നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി ഒക്കെ കൊടുത്തത് ഇൻവോക്ക് ചെയ്തു വെച്ചാൽ ഇയാൾ ചെയ്യാന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ LC കിട്ടിയിട്ട് അത് പൈസ അടയ്ക്കാത്തതുകൊണ്ട് അത് LC ഡിവോൾവ് ചെയ്യേണ്ട വന്നു. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അർത്ഥം ഹെൽത്തി അല്ല, അതിന്റെ ക്രെഡിറ്റ് വർത്തനസ് കുറഞ്ഞു വരുന്നു എന്നാണ്. അതിനനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഡിസ്പ്യൂട്ട് ഓൺ ടൈറ്റിൽ ഓഫ് കൊളാറ്ററൽ സെക്യൂരിറ്റി ലേറ്റർ. ആദ്യം നോക്കിയപ്പോൾ ഇത് ലീഗൽ സ്കൂട്ടർ ചെയ്തപ്പോൾ ഓവർ സൈറ്റ് കൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കമന്റ് കറക്റ്റ് ആയിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ലീഗൽ സ്കൂട്ടറിന് പ്രത്യേകം പറയും നിങ്ങൾക്ക് എല്ലാ ഫുൾ റൈറ്റ് ഉണ്ട്, ഇത് മോർഗേജ് ചെയ്യാനുള്ള ഫുൾ റൈറ്റ് ഉണ്ടെന്ന് പറയണം. അതിനകത്ത് അല്ലെങ്കിൽ കുട്ടിക്കോ എന്തെങ്കിലും ആർക്കെങ്കിലും അതിനകത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അത് നമ്മൾ ഓവർ സൈറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് റിസ്ക് ആയിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഗോഡൌൺ ഇൻസ്പെക്ഷൻ ഫ്രീക്വന്റ്ലി. ഞങ്ങൾ ഗോഡൌൺ എല്ലാ പീരിയോഡിക്കും നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിലേ CCODയിലൊക്കെ അങ്ങനെയാണ്. CCയിലൊക്കെ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ലോണിനെല്ലാം നമ്മൾ അതിന്റെ സ്റ്റോക്കാണ് പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പം സ്റ്റോക്ക് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇൻസ്പെക്ഷൻ പീരിയോഡിക്കലായിട്ട് പോകണമെന്ന് ഇതിന്റെ RBI നോംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ ചോദിക്കുമ്പോൾ വീണ്ടും മാറ്റി വെക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ ഏർലി വാർണിംഗ് ആണ്. നമുക്കിത് അവർ മാറ്റി വെക്കാം, ഇപ്പൊ വരണ്ട പിന്നെ വാ എന്ന് പറയുകയാണെങ്കിൽ എന്തോ സംതിങ് റോങ് ആണ്, നമുക്ക് അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. റെസിഗ്നേഷൻ ഓഫ് KMB ആൻഡ് ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റ് പേഴ്സൺ അവരുടെ ഡയറക്ടർമാർ അല്ലെങ്കിൽ അവരുടെ CFO എല്ലാം ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ഹെൽത്തി. ഫ്രീക്വന്റ് റിക്വസ്റ്റ് ഫോർ അഡ്വോക്ക് ലിമിറ്റ്. മാസം അവസാനം ആകുമ്പോൾ കുറച്ച് പൈസ അഡ്വാൻസ് വേണം, അഡ്വോക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം വന്നാൽ ഓക്കെ, അത് ബിസിനസിന്റെ ഒക്കെ നേച്ചറാണ്, അങ്ങനെ ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് പൈസ ആവശ്യം വരും. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം
ആ ലോൺ ക്രെഡിബിലിറ്റി ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ലയബിലിറ്റി അപ്പിയർ ഇൻ ROC സെർച്ച് റിപ്പോർട്ട് ലേറ്റർ. നമ്മൾ ROC ആദ്യം അപ്രൂവൽ കൊടുത്തപ്പോൾ അതിനകത്ത് ROCക്കകത്ത് ചാർജ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് അടുത്ത സെർച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് വേറെ ബാങ്കിൽ ലയബിലിറ്റി ഉണ്ടെന്ന് കാണുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഏർലി വാർണിംഗ് ആണ്. അത് ഷുഡ് ബി റിപ്പോർട്ടഡ്. പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചോടെ കവർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ചോടെ ഇതിനകത്ത് കവർ ആവുകയാണ്. പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു ഫോറിൻ എക്സ്ചേഞ്ച് ബി കാറ്റഗറി ബ്രാഞ്ചിന് മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് ബ്രാഞ്ച് ഹാസ് പവർ ടു ഡീൽസ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത നെക്സ്റ്റ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഫിസിക്കലി വേരിക്കുന്ന ഫോറിൻ കറൻസി വിത്ത് ഫോറിൻ ക്യാഷ് രജിസ്റ്റർ. ഫോറിൻ കറൻസിക്ക് ഒരു ക്യാഷ് രജിസ്റ്റർ കാണും. നമ്മൾ സാധാരണ ക്യാഷ് രജിസ്റ്റർ പോലെ ലോക്കൽ കറൻസിക്ക് ഉള്ള പോലെ ഫോറിൻ കറൻസിക്ക് ഒരു ക്യാഷ് രജിസ്റ്റർ കാണും. അതുമായിട്ട് ടാലിയാണെന്ന് നോക്കാം. CBSലുള്ള ഇതുമായിട്ട് ടാലിയാണെന്ന് നോക്കാം. അങ്ങനെ ഫോറിൻ കറൻസി വെരിഫൈ ചെയ്യണം. ഇതെല്ലാം രണ്ടും ലോക്ക് ആൻഡ് ഡബിൾ ലോക്കിൽ വേണം വെക്കാൻ. നമ്മൾ സാധാരണ കറൻസി വെക്കുന്ന പോലെ തന്നെ ഡബിൾ ലോക്കൽ കീഴിൽ വേണം ഈ കറൻസിയും അതിന്റെ രജിസ്റ്ററും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടോ നോക്കാം. ചെക്ക് ദി ഇറഗുലാരിറ്റീസ് ഓപ്പണിംഗ് വേരിയസ് അക്കൗണ്ട് റിലേറ്റഡ് ടു NRI. നോൺ റെസിഡന്റ് സ്റ്റാർട്ട് ചെയ്ത കുറെ NRI അക്കൗണ്ട് ഉണ്ട്, NRO അക്കൗണ്ട് ഉണ്ട്, NRI അക്കൗണ്ട് ഉണ്ട്, റെസിഡന്റ് ഫോറിൻ കറൻസി അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. എക്സാമ്പിൾ പറയാം, NRO അക്കൗണ്ട് ചെയ്യുമ്പോൾ നോർമൽ റെസിഡന്റ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ നോർമൽ റെസിഡന്റ് അക്കൗണ്ട് ആയിരുന്നു. വേറെ പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വേണ്ട പുറത്തു പോകുമ്പോൾ പെർമനന്റ് അനുസരിച്ച് ഇയാൾ നോൺ റെസിഡന്റ് ആകുകയും ഇതിന് അങ്ങനെ ഒരു റിക്വസ്റ്റ് കിട്ടുമ്പോൾ ബാങ്ക് ഇതിനെല്ലാം സാധാരണ നോൺ റെസിഡന്റ് അക്കൗണ്ടിനെ എല്ലാം NRO അക്കൗണ്ട് ആയിട്ട് മാറ്റുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടാണ്. അതിനകത്ത് ഡൊമസ്റ്റിക് നമ്മുടെ സാധാരണ കറൻസി ആയിരിക്കും അതിനകത്തുള്ള ബാലൻസ് എന്ന് പറയുന്നത്. MR റൂൾ അനുസരിച്ച് കസ്റ്റമർ ആണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് ബാങ്കിനോട്. ഞാൻ പുറത്ത് പോയിരിക്കുന്നു, എംപ്ലോയ്മെന്റ് പോയി എന്റെ അക്കൗണ്ട് റെസിഡന്റ് അക്കൗണ്ട് എല്ലാം NRO അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് റിക്വസ്റ്റ് അവർ തരണം. ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ആൻഡ് TDS അണ്ടർ സെക്ഷൻ. അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റ് NRO അക്കൗണ്ട് വരുന്ന ലോക്കൽ കറൻസി ആണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റുകളെല്ലാം അണ്ടർ സെക്ഷൻ 195 നോൺ റെസിഡന്റ് ആയിട്ട് 195 ടാക്സ് ചെയ്യും. ആൻഡ് ഇതിന്റെ ബാലൻസ് നമുക്ക് റിപ്പാർട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. സബ്ജക്ട് ടു കണ്ടീഷൻ ആണ്. $1 million per year US dollar per year. $1 million US dollar per year നമുക്ക് റിപ്പാർട്ടേറ്റ് ചെയ്യാം. TDS എല്ലാം ടാക്സ് എല്ലാം അടച്ച പൈസ ആണെങ്കിൽ CA സർട്ടിഫിക്കറ്റ് 15 CSCB ഒക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് റിപ്പാർട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകും. കൺകറന്റ് നോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് അടുത്ത ഇതിലേക്ക് NRI അക്കൗണ്ട് പറയാണ്. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെൻ നോൺ റെസിഡന്റ് സ്റ്റാർട്ട് ന്യൂ അക്കൗണ്ട് ഫോർ റിമിറ്റിംഗ് ഫോറിൻ ഫണ്ട്. അയാൾ പുറത്ത് പോയി പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ അൺസർട്ടൺ പീരീഡിലേക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അയാൾ നോൺ റെസിഡന്റ് ആയിട്ട് മാറുന്നത്. അയാൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പൈസ ഇടാനായിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. ബാലൻസ് ഇൻ അക്കൗണ്ട് ഈസ് ഫ്രം അബ്രോഡ്. അതിനകത്ത് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ അബ്രോഡിൽ നിന്നുള്ള പൈസ മാത്രമേ വരുള്ളൂ. ഇൻട്രസ്റ്റ് ഫ്രം NRI അക്കൗണ്ട് ഈസ് എക്സെംപ്റ്റഡ്. ഇഫ് പുള്ളി NRI അക്കൗണ്ട് ആണ് NRI ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രം NRI അക്കൗണ്ട് ഈസ് എക്സെംപ്റ്റഡ്. ചെക്ക് വെദർ പാസ്പോർട്ട് ഈസ് വാലിഡ്. പ്രധാനമായിട്ട് ഓഡിറ്റ് ചെക്ക് ചെയ്യേണ്ടത് KYC എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടും വിസയൊക്കെയാണ്. പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം. വിസ എന്ന് പറയുന്നത് ഇൻ ഫോഴ്സ് ആയിരിക്കണം ഫോർ സ്റ്റാർട്ടിങ് NRI അക്കൗണ്ട്. ഈ പാസ്പോർട്ട് ഈസ് എക്സ്പയർഡ്, ബാങ്ക് ഷുഡ് നോട്ട് അലോ ഓപ്പറേഷൻ. പാസ്പോർട്ട് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോടെ ഓപ്പറേഷൻ റിന്യൂ ചെയ്യുന്നതിനും വരെ ഓപ്പറേഷൻ സമ്മതിക്കാൻ പാടില്ല. ക്യാൻ റിപ്പാർട്ടേറ്റ് എനി എമൗണ്ട് വിത്തൗട്ട് NRI അക്കൗണ്ടിലുള്ള പൈസ എത്ര വേണം നമുക്ക് പുറത്തോട്ട് റിപ്പാർട്ടേറ്റ് ഉണ്ടാവും വിത്തൗട്ട് എനി സർട്ടിഫിക്കറ്റ്. KYC ഷുഡ് ബി ഡൺ ഇൻ എവറി 2 years. ഈ NROക്കാരെല്ലാം ഹൈ റിസ്ക് ഏരിയ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിത്തിൻ 2 years എല്ലാ വർഷവും അവർ KYC രണ്ടാമത് പുതുക്കണം. കൺകറന്റ് നോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് അതും കണ്ടിന്യൂ ചെയ്യാണ്. ഈ FCNRB അക്കൗണ്ട് ഡിപ്പോസിറ്റ് ഇൻ ഫോറിൻ കറൻസി ബൈ നോൺ റെസിഡന്റ്. ഇപ്പൊ നോൺ റെസിഡന്റ് വേണമെങ്കിൽ അവിടെ NRI കിടക്കുന്ന പൈസ FCNRBയിലോട്ട് മാറ്റാം. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഫോറിൻ കറൻസിയിൽ കീപ്പ് ചെയ്യാം. നമ്മൾ NRI അക്കൗണ്ടിൽ നിന്ന് ലോക്കൽ കറൻസിയാണ്, ഇന്ത്യൻ റുപ്പീസിലാണ് കീപ്പ് ചെയ്യുന്നത്. FCNRB എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി US ഡോളറിലോ അല്ലെങ്കിൽ ദുബായിൽ ഉള്ള കറൻസിയിലോ അവർക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് FCNRB എന്ന് പറയുന്നത്. ചെക്ക് ചെയ്ത പാസ്പോർട്ട് ഈസ് വാലിഡ്, വിസ ഈസ്. അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം, വിസ ഇൻ ഫോഴ്സ് ആയിരിക്കണം, അല്ലാത്തവർക്ക് അത് തുടങ്ങാൻ പാടില്ല. KYC ഷുഡ് ബി ഡൺ ഇൻ എവറി 2 years നമ്മൾ പറഞ്ഞു. മിനിമം പീരീഡ് 1 yearലേക്കാണ് ഈ FD തുടങ്ങുന്നത്. മാക്സിമം 5 വർഷം വരെ മാത്രമേ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. RFC അക്കൗണ്ട് അടുത്ത അക്കൗണ്ട് ആണ് റെസിഡന്റ് ഫോറിൻ കറൻസി. അങ്ങനെ നോൺ റെസിഡന്റ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഈ അക്കൗണ്ടിലേക്ക് നമ്മുടെ NRI കിടക്കുന്ന ലോക്കൽ കറൻസി കിടന്ന പൈസ ഫോറിൻ കറൻസിയിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് സ്റ്റാറ്റസ്. 2 വർഷം അതിലൂടെ വന്ന് 2 വർഷം വരെ അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അത് ആ വർഷം 2 വർഷത്തേക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആയിരിക്കും.
നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൺകറന്റ് ഓഡിറ്റ് ഫോർ ഇനി അടുത്ത അക്കൗണ്ട് പറയാണ്. FCRA അക്കൗണ്ട് ഫോർ റിസീവിംഗ് ഫോറിൻ കോൺട്രിബ്യൂഷൻ അണ്ടർ FCRA. നമുക്കറിയാം FCRA ആക്ട് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും അസോസിയേഷൻ എന്തെങ്കിലും പൈസ പുറത്തുനിന്ന് ഡൊണേഷൻ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ FCRA അക്കൗണ്ടിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. FCRA അക്കൗണ്ട് കിടങ്ങണമെങ്കിൽ നമ്മുടെ ഹോം മിനിസ്ട്രിയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അവരുടെ മെയിൻ അക്കൗണ്ട് SBI ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിലായിരിക്കണം. സെപ്റ്റംബർ 2020 പറഞ്ഞ ഒരു സർക്കുലർ പ്രകാരം മെയിൻ അക്കൗണ്ട് ന്യൂഡൽഹി SBIയുടെ ന്യൂഡൽഹിയിലുള്ള മെയിൻ ബ്രാഞ്ചിൽ തുടങ്ങിയിട്ട് വേറെ സബ് ബ്രാഞ്ച് FCRA അക്കൗണ്ട് നമുക്ക് മറ്റ് ബാങ്കിലൊക്കെ തുടങ്ങാം. പാക്കിംഗ് ക്രെഡിറ്റ് എക്സ്പോർട്ട് ഫിനാൻസ്. എക്സ്പോർട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ലോണാണ് പറയുന്നത്. പാക്കിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഫിനാൻസ് ആണ്. കാറ്റഗറി B ബ്രാഞ്ചിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. അവർക്ക് എന്താണ് പ്രീ ഷിപ്മെന്റ് വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ലോൺ കൊടുക്കാം. പോസ്റ്റ് ഷിപ്മെന്റ് ചെയ്ത ശേഷം ലോൺ കൊടുക്കാം. ബില്ല് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും. PC അഡ്വാൻസ് ബാക്ക് ബൈ LC ഓർ എക്സ്പോർട്ട് ഓർഡർ. പാക്കിംഗ് ആയിട്ട് അഡ്വാൻസ് ബാക്ക് ബൈ LC ഓർ പാക്കിംഗ് ആയിട്ട് കൊടുക്കണമെങ്കിൽ രണ്ട് കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന് LC കിട്ടണം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം അവിടെ എക്സ്പോർട്ട് ആരാണോ അവിടെ ഫോറിൻ കസ്റ്റമർ അയാളുടെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഗ്യാരണ്ടി ഇതിനാണ് പറയുന്നത് LC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓർഡർ ഇറിവോക്കബിൾ എക്സ്പോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ ബാങ്കിന് PC കൊടുക്കും, പാക്കിംഗ് ക്രെഡിറ്റ് കൊടുക്കുക. അത് മാനുഫാക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ളതാണ് പാക്കിംഗ് ക്രെഡിറ്റ് ലോൺ എന്ന് പറയുന്നത്. ഓർ PC അഡ്വാൻസ് കവേർഡ് ബൈ ECGC എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കുന്ന ഗ്യാരണ്ടി ഉണ്ട്. എല്ലാ PCയും കവർ ചെയ്ത് വെക്കുക. വെച്ചാൽ അവിടുത്തെ കൊമേഴ്സ്യൽ റിസ്ക് ഉണ്ട്, പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. നമുക്ക് പുറത്തെ രാജ്യത്തെ പൊളിറ്റിക്സിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ റിസ്ക് കൂടെ കവർ ചെയ്യണം. അപ്പൊ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിസ്ക് കവർ ചെയ്യുന്ന ഇതാണ് ECGC കവർ ചെയ്യുന്നത്. ഈച്ച് PC is covered by ECGC. ഓരോ പാക്കിംഗ് കൊടുക്കുമ്പോഴും അത് ECGC കവർ ചെയ്യണം. സം PSU മൊത്തത്തിൽ ഒരു ഓൾ ടേൺ ഓവർ പാക്കിംഗ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫ്രം ECGC വാങ്ങിച്ചു വെക്കാറുണ്ട്. അവിടെ ECG പാക്കിംഗ് ക്രെഡിറ്റ് എല്ലാ പാക്കിംഗ് ക്രെഡിറ്റും ഒരുമിച്ച് കവർ ചെയ്യുന്ന വെക്കും. സം പ്രൈവറ്റ് കമ്പനി ബാങ്ക്സ് വിൽ ആസ്ക് ദ എക്സ്പോർട്ടർ ടു ടേക്ക് ദ ബയർ വൈസ് പോളിസി. ബയർ വൈസ് പോളിസി എടുക്കാൻ ഇതിന് റിസ്ക് കവർ ചെയ്യാനായിട്ട് ഇതൊക്കെ എക്സ്പോർട്ടറോട് തന്നെ പറയും പ്രൈവറ്റ് ബാങ്കുകാർ പോളിസി എടുത്ത് വെക്കാനായിട്ട്. ചെക്ക് വെദർ ഇൻട്രസ്റ്റ് ഈസ് കറക്റ്റ് പ്രോബ്ലം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലീക്കേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെയാണ് അല്ലെ. നമ്മൾ പാക്കിംഗ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആസ് പെർ നോംസ് കളക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ നോക്കണം. റെഗുലർ PC ടു ടൈപ്പ് ഉണ്ട്. സിംഗിൾ ട്രാൻസാക്ഷൻ വൈസ് ഓരോ പാക്കിംഗ് ക്രെഡിറ്റ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനാണ് സിംഗിൾ ട്രാൻസാക്ഷൻ വൈസ് എന്ന് പറയും. ഓർഡർ ടു ഓർഡർ ബേസിസ് അത് നോക്കും. പിന്നെ റണ്ണിങ് പാക്കിംഗ് ക്രെഡിറ്റ് ഉണ്ട്. റണ്ണിങ് പാക്കിംഗ് ക്രെഡിറ്റിന് അങ്ങനെ ഓർഡർ ടു ഓർഡർ നോക്കത്തില്ല. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ ആ പാക്കിംഗ് ക്രെഡിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഷിപ്പിംഗ് ബിൽ ഫോർ ഡിസ്കൗണ്ടിങ് ബിൽസ് ഫോർ കളക്ഷൻ ബേസിസ്. ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നതിൽ ഓൾ എക്സ്പോർട്ട് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ഷിപ്പിംഗ് ബിൽ കോൾഡ് എക്സ്പോർട്ട് ഡിക്ലറേഷൻ ഫോം EDF. ഏർലിയർ GR ഫോം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോൾ EDF എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ഡിക്ലറേഷൻ ഫോം ഉണ്ടായിരിക്കണം എല്ലാ എക്സ്പോർട്ടും. അതാണ് മെയിൻ ആയിട്ട് ഡോക്യുമെന്റ് പ്രൂഫിന്. അടുത്ത ഓതറൈസ്ഡ് ഡീലർ ബാങ്ക് ഷുഡ് ചെക്ക് ദ ഓതറൈസ്ഡ് ഡീലറുമായിട്ടാണ് എക്സ്പോർട്ട് ഫിനാൻസ് ഒക്കെ നമ്മൾ ഓതറൈസ്ഡ് ബാങ്ക് ഡീലർ ബാങ്കിൽ മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കാനൊക്കെ ഉള്ളൂ. അവര് എന്ത് ചെക്ക് ചെയ്യണം? ഇങ്ങനെ ഷിപ്പിംഗ് ബില്ലൊക്കെ കൊണ്ടുവന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് വെക്കണം? ഷുഡ് ബി ടാലി വിത്ത് ഈ ഷിപ്പിംഗ് ബില്ലിൽ പറഞ്ഞ ഡാറ്റ EDPMS എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അതിനൊരു ആ സിസ്റ്റത്തിലുള്ള ഡാറ്റ ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. എക്സ്പോർട്ട് ഡാറ്റ പ്രോസസിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതെന്ന് പറയുന്നത് ഇന്റർഫേസ് പ്ലാറ്റ്ഫോം ഫോർ കസ്റ്റംസ് RBI ആൻഡ് AD. കസ്റ്റംസുകാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആൻഡ് ഓതറൈസ്ഡ് ഡീലർ ബാങ്കും കൂടെ ഇന്റർഫേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് EDPMS എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ എല്ലാ ഏത് ചെയ്ത് കഴിഞ്ഞാലും ഓരോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഓരോ കസ്റ്റംസുകാരന് EDPMSനകത്ത് ഇത് ഡാറ്റ എൻ്റർ ചെയ്യും. അത് RBI വെരിഫൈ ചെയ്യും. അതിൻ്റെ ADക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ADയുടെ അടുത്തോട്ട് ഈ കസ്റ്റമർ അല്ലെങ്കിൽ ലോൺ എടുക്കാനായിട്ട് വരുമ്പോൾ ഷിപ്പിംഗ് ബില്ലുമായിട്ട് വരുമ്പോൾ ആ ഷിപ്പിംഗ് ബില്ലിലുള്ള ഡാറ്റയും EDPMSയുടെ ഡാറ്റയും മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പിന്നെ ചെയ്യാനായിട്ട്. The exporter is unable to realize the bill within maximum of 9 months from the date of export. എക്സ്പോർട്ട് ചെയ്ത 9 മാസത്തിനുള്ളിൽ പൈസ റിയലൈസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബിക്കം ഓവർഡ്യൂ എന്ന് പറയും. നമ്മൾ സാധാരണ പോലെയല്ല. എക്സ്പോർട്ട് ബില്ല് ആണെങ്കിൽ 9 months ഉണ്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ട്. The export bill not released in 2 years from the date of export. Exporter bill list in caution list by RBI. RBIയുടെ കോഷൻ ലിസ്റ്റോട്ട് പെടുത്തും ഈ പാർട്ടിനെ. അങ്ങനെ 2 വർഷമായിട്ടും റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എക്സ്പോർട്ട് ചെയ്തിട്ട് 2 വർഷമായിട്ടും പറ്റുന്നില്ലെങ്കിൽ കോഷൻ ലിസ്റ്റിൽ പെടുത്തും. Concurrent audit should take a report of the from Finacle list of export bill beyond 9 years. To take the import bill overdue for 6 months and check whether bank has follow up.
അപ്പോൾ കൺകറന്റ് ഷുഡ് ടേക്ക് റിപ്പോർട്ട് ഫ്രോം ഫിനാൻഷ്യൽ ലിസ്റ്റ് ഓഫ് എക്സ്പോർട്ട് ബിൽ ബിയോണ്ട് 9 years 2 years. നമ്മൾ പറഞ്ഞു 9 years 2 years അല്ല 9 months ആണ്. 9 months and 2 years. 9 months ആയിട്ട് വന്നില്ല ഓഡിയോ എന്ന് പറഞ്ഞ് 2 years കഴിഞ്ഞാൽ കോഷൻ ലിസ്റ്റ് പെടുന്നത്. അങ്ങനെയുള്ള ലിസ്റ്റ് ഇതിനകത്ത് എടുത്ത് CBSE എടുത്തിട്ട് അത് നമ്മൾ ബാങ്ക് കറക്റ്റായിട്ട് പ്രോപ്പർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, ഈ കിട്ടാവുന്ന സമയത്തെല്ലാം ഓരോ മന്ത്ലി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഫയലൊക്കെ എടുത്ത് വെരിഫൈ റിപ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ടുമായിട്ട് നമ്മൾ പറഞ്ഞു എക്സ്പോർട്ടിനെ പറ്റിയുള്ള പാക്കിംഗ് അടുത്തൊക്കെ പറഞ്ഞു, ബിൽ ഡിസ്കൗണ്ടിങ് പറഞ്ഞു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫിനാൻസിനെ പറ്റി പറയണം. ഓൾ ഇമ്പോർട്ട് ട്രാൻസാക്ഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് BOE. നമ്മൾ മറ്റേ പറഞ്ഞത് ഷിപ്പിംഗ് ബില്ലെന്ന് പറഞ്ഞു. അതേപോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ബില്ല് അതിന്റെ ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. KD ഷുഡ് മാച്ച് ഡാറ്റ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിത്ത് ഡാറ്റ ഓഫ് IDPMS പറഞ്ഞ സിസ്റ്റം, ഇമ്പോർട്ട് ഡാറ്റ പ്രോസസിംഗ് ആൻഡ് മാനേജ് സിസ്റ്റം എന്ന് പറയും. മറ്റേ എക്സ്പോർട്ട് പ്രൊമോഷൻ ആണ് EDPMS എന്ന് പറയും, ഇമ്പോർട്ടാണ് IDPMS എന്ന് പറയും. അത് ഇതേപോലെ തന്നെയാണ്. ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസിന് വരുമ്പോൾ ഓതറൈസ് ഡീലർ എവിടെ പോയി നോക്കണം, IDPMS പോയി നോക്കിയിട്ട് ഈ കൊണ്ടുവരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് IDPMS ഡാറ്റ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ ലോൺ കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുള്ളൂ. Borrower should submit either physical copy of bill of entry or details of bill of exchange to show he has taken delivery. Delivery എടുത്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള സാധനമാണിത്. If the import bill not paid to overseas client within 6 months, നമ്മൾ പുറത്തേക്ക് ക്ലയന്റിന് 6 മാസത്തിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഷിപ്പ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഷിപ്മെന്റ് ഇറ്റ് ബിക്കം ഓവർഡ്യൂ. മറ്റേ 9 months ആയിരുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 6 മാസത്തെ ഉള്ളൂ. കൺട്രോൾ നോട്ട് ഷുഡ് ടേക്ക് ഇമ്പോർട്ട് ബിൽ ഫോർ 6 months കൂടുതലുള്ള ഇമ്പോർട്ട് ബില്ലെല്ലാം എടുത്തിട്ട് ബാങ്ക് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രോപ്പർ ഫോളോ ഫയൽ എടുത്ത് നോക്കണം. ബയേഴ്സ് ക്രെഡിറ്റ് ഫിനാൻസ്, ബയേഴ്സ് ക്രെഡിറ്റ് എന്ന ഒരു ക്രെഡിറ്റ് ആണ്. ഫിനാൻസിന് ഇമ്പോർട്ടൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച്, പുറത്തുള്ള നമ്മളെ ഇത് ബയേഴ്സ് ക്രെഡിറ്റ് ഫിനാൻസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് പൈസ അറേഞ്ച് ചെയ്യുന്ന പരിപാടിക്കാണ് പറഞ്ഞത് ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്. അവിടെയുള്ള പുറത്തെ ഫോറിൻ ലെൻഡറോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓവർസീസ് ബാങ്ക് ബ്രാഞ്ചിൽ നിന്നോ ലോൺ കൊടുക്കുന്നതിനാണ് പറഞ്ഞത് ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. As per regulatory norms, if the bank arrange finance from overseas lender or a own bank in foreign country, tenure of loans should not be exceed working capital cycle. Working capital cycle മുകളിലോട്ട് പോകാൻ പാടില്ല. ആ പീരീഡിൽ മാത്രമേ ഫിനാൻസ് കൊടുക്കാവുള്ളൂ. അന്ന് നോക്കണം. അപ്പം വർക്കിംഗ് ക്യാപിറ്റല് നമ്മൾ അസസ് ചെയ്തിട്ട് ആ പീരീഡ് മാത്രമേ, ഇപ്പൊ നമ്മൾ ഓഡിറ്റർ നിലയ്ക്ക് നമ്മൾ നോക്കണം വെദർ ബാങ്ക് അസസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ പ്രോപ്പർലി. സ്വിഫ്റ്റ് മെസ്സേജ് ഒക്കെ ഇതൊക്കെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യുന്ന സ്വിഫ്റ്റ് മെസ്സേജ് ഒക്കെ വേണം, കമ്മ്യൂണിക്കേഷൻ ഇമെയിലൊക്കെ കാണും. ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഓതറൈസ് ചെയ്ത് അപ്രൂവ് ചെയ്യണം. അതെല്ലാം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇത് പ്രോപ്പറായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പർപ്പസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓഫീസ് അക്കൗണ്ട്സ്, നമ്മൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷന് വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടാണ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. വെദർ ഓതറൈസേഷൻ ഫോർ ട്രാൻസാക്ഷൻ ഓഫീസ് അക്കൗണ്ട് പ്രോപ്പറായിട്ടുള്ള ഓതറൈസേഷൻ ഉണ്ടോ, ഈ ട്രാൻസാക്ഷൻ ഓഫീസ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതിനകത്തുള്ള ട്രാൻസാക്ഷനൊക്കെ പ്രോപ്പർ ഓതറൈസേഷൻ ഉണ്ടോ എന്ന് ഓഡിറ്റർ നോക്കണം. ഇനി അടുത്ത് നമ്മൾ ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹൗസ് കീപ്പിങ്ങിലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ് കാസ അക്കൗണ്ട് ഡിപ്പോസിറ്റ് പറഞ്ഞു, പിന്നെ ലോൺസ് അഡ്വാൻസ് പറഞ്ഞു, അടുത്ത ഹൗസ് കീപ്പിംഗ് ചെക്സ് പറയാണ്. ഈ ഫോക്കസ് ഓൺ ഡെയിലി ബ്രാഞ്ച് ഓപ്പറേഷൻ എൻഷുറിംഗ് ദാറ്റ് ക്യാഷ് മാനേജ്മെന്റ് ട്രാൻസാക്ഷൻ റിക്കാർഡ് ആൻഡ് സെക്യൂർ ദ ഐറ്റം ഹാൻഡ്ലിംഗ് മീറ്റ് ഇന്റേണൽ പോളിസീസ്. ഹൗസ് കീപ്പിംഗ് ചെക്ക് ഹെൽപ്പ് മെയിൻറ്റെയിൻ ഓപ്പറേഷൻ ഇന്റഗ്രിറ്റി, മിനിമൈസ് റിസ്ക് ആൻഡ് എൻഷുർ ദാറ്റ് ബ്രാഞ്ച് ആക്ടിവിറ്റീസ് റൺ സ്മൂത്ത് ആൻഡ് ബ്രാഞ്ച് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ ഹൗസ് കീപ്പിംഗ് ചെക്സ് പ്രോപ്പർ ആയിരിക്കണം. ക്യാഷ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ഡെയിലി വേരിയേഷൻ, ബ്രാഞ്ച് ആൻഡ് ATM ക്യാഷ് ബാലൻസ് ആസ് വെൽ കംപ്ലൈൻസ് ജോയിന്റ് ക്യാഷ്. ഇപ്പം ബാങ്കിലെ ക്യാഷ് ഡെയിലി വെരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബാങ്കിലെ ക്യാഷിന് പുറത്ത് കൺട്രോൾ കിട്ടുമോ ആർക്കെങ്കിലും? ഒരു ദിവസത്തെ തന്നെ ടാലി ആകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഡെയിലി ടാലിയാക്കി പോകണം. പിന്നെ ATM ക്യാഷിന് പുറത്ത് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലായിട്ട് അത് റെക്കൺസിൽ ചെയ്യണം. കംപ്ലൈൻസ് ജോയിന്റ് കസ്റ്റഡി പ്രോട്ടോകോൾ എല്ലാം പാലിക്കണം. കീ മൂവ്മെന്റ് എല്ലാം പ്രോപ്പറായിട്ട് സൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഓഡിറ്റർ നോക്കണം. പിന്നെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ സ്കൂട്ടൈസ് HFTA, പിന്നെ ഇതിനകത്തുള്ള കമാൻഡ് HFTA ട്രാൻസാക്ഷൻ ഡെയിലി ട്രാൻസാക്ഷൻ പർച്ചേസ് ആർ to confirm accurate documentation approval. In addition, the audit verifies the secure storage and custody of sensitive item like a locker key, checkbooks and stamp, ensuring adherence to safety protocol. നമ്മൾ സെക്യൂരിറ്റി ഐറ്റം കുറെ ഐറ്റങ്ങളുണ്ട്, ചെക്ക് ബുക്ക് ഉണ്ട്, കീസ് ഒക്കെ ഉണ്ട്, സെൻസിറ്റീവ് ഐറ്റംസ്, പിന്നെ DD സ്ലിപ്സ് ഉണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുള്ളത് നോക്കണം. ഇതെല്ലാം ഇത് ഹൗസ് കീപ്പിംഗ് പെടുന്നതാണ്. HBR generate branch balance report for daily reconciliation, while HTM helps auditor review ATM cash levels, suspense account where
review ATM cash suspense account where unresolved items are temporarily placed are reviewed to ensure they are promptly cleared. Practical aspect related in general banking. ജനറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർപ്രൈസ് ഫിസിക്കൽ വരികയും ക്യാഷ് അറ്റ് ബ്രാഞ്ച് ATM ഓഡിറ്റർ നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്യാഷ് അറ്റ് ബ്രാഞ്ച് ATM എക്സ്റ്റൻഷൻ കൗണ്ടർ വെരിയേഷൻ കീ മൂവ്മെന്റ് രജിസ്റ്റർ നമ്മൾ വെരിഫൈ ചെയ്യണം. സർപ്രൈസ് ആയിട്ട് ചെയ്യണം, അല്ല നമ്മൾ പറഞ്ഞിട്ട് പോയി ചെയ്താൽ അതിന്റെ എഫക്ട് ഇല്ല. വെരിയേഷൻ റെക്കൺസിലേഷൻ അക്കൗണ്ട് വിത്ത് RBI ഓർ എനി അതർ ഏതെങ്കിലും RBIയുടെ അക്കൗണ്ട് നമ്മുടെ ലെജറിനകത്ത് ജനറൽ ലെജർ കാണിക്കുന്നുണ്ടെങ്കിൽ റെക്കൺസിൽ ചെയ്യണം. റിപ്പോർട്ടിംഗ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ STR എന്ന് പറയും. ക്യാഷ് ട്രാൻസാക്ഷൻ അബൌട്ട് 10 lakhs നമ്മൾ പറഞ്ഞു. ട്രാൻസാക്ഷൻ ഓർ അഗ്രേറ്റ് ഇൻ മന്ത് ആണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അടുത്ത KYC AML ഗൈഡ്ലൈൻ ആൻഡ് ചെക്ക് വെദർ ദ ട്രാൻസാക്ഷൻ വോളിയൂംസ് ആർ ബിയോണ്ട് പ്രൊഫൈൽ. ടീച്ചറായിട്ട് തുടങ്ങിയിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ഒരു അക്കൗണ്ടിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അത് വോളിയം അയാളുടെ പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യാതിരിക്കുകയാണ്, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ട്രാൻസാക്ഷൻ ഇന്നോപ്പറേറ്റീവ് 1 year വോളിയം നേരത്തെ പറഞ്ഞു. ഡോർമെന്റ് 2 വർഷത്തിൽ കൂടുതലായിട്ട് ഇന്നോപ്പറേറ്റീവ് ആയിട്ടിരുന്നാൽ അത് ഡോർമെന്റ് എന്ന് പറയും. ട്രാൻസാക്ഷൻ അക്കൗണ്ട് അപ്രൂവ്ഡ് ആസ് പെർ ബോർഡ് അപ്രൂവൽ പോളിസി. എല്ലാ ബാങ്കിനും ഒരു ബോർഡ് അപ്രൂവൽ പോളിസി ഉണ്ട്. ഈ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ബോർഡ് അപ്രൂവ്ഡ് പോളിസി ഉണ്ട്. അതനുസരിച്ച് മാത്രമേ അതിന് ഓതറൈസ് ആയിട്ടുള്ള ബ്രാഞ്ച് മാനേജറോ അതിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഡെയിലി വേരിയേഷൻ അക്സെപ്റ്റഡ് ട്രാൻസാക്ഷൻ അസസ് ടു ലോക്കർ കംപ്ലൈന്റ് രജിസ്റ്റർ. Revenue leakage prevention. Revenue leakage prevention is a crucial component of concurrent audit, ensuring that fees, charges, and penalties are accurately applied to accounts as per bank policy. It prevents potential revenue leakage, maintain profitability, and uphold compliance with the fee structure, ensuring that no charges are waived without valid authorization. ഇപ്പം നമ്മൾ ചില മാനേജറൊക്കെ ഇഷ്ടം പോലെ ചാർജസ് ഒക്കെ വേവ് ചെയ്ത് കൊടുക്കുന്നത് നോക്കണം. അത് പ്രോപ്പറായിട്ട് ഓതറൈസേഷൻ ഇല്ലാതെ ആർക്കും കയറി നമ്മൾ ക്ലയന്റിന് കിട്ടുന്ന ചാർജസ് ഒക്കെ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിന് കുറെ ഇത് കമന്റ് ആണ്. HABMR ഈസ് ടു ഐഡന്റിഫൈ അക്കൗണ്ട് കൺസിഡർ ബിലോ ദ മിനിമം. നമ്മൾ നേരത്തെ പറഞ്ഞു. HSDHL ഈസ് യൂസ് ടു ചെക്ക് ലോക്കർ ആൻഡ് കളക്ഷൻ പറഞ്ഞു. HFT ഈസ് യൂസ് ടു വെരിഫൈ ദ സർവീസ് ചാർജസ് സച്ച് ആസ് ചെക്സ്. ഇനി നമ്മൾ യൂസിങ് OMS ഫോർ ഒബ്സർവേഷൻ. OMS പറഞ്ഞ ഒബ്സർവേഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ട പെൻഡാനൊക്കെ ഉപയോഗിക്കുന്നിടത്ത് OMS സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ OMS കയറ്റി കഴിഞ്ഞാൽ OMS നിന്ന് കറക്റ്റ് ആയിട്ട് ഡാറ്റ പെൻഡാന എന്ന റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ OMS-ലാകുമ്പോൾ കറക്റ്റായിട്ട് ഇത് പിനാക്കിളിൽ നിന്നുള്ള ഡാറ്റ ഒക്കെ എടുത്ത് നമ്മൾ കമന്റ് എഴുതുകയും അതിനകത്ത് ആരാണ് ഇത് അതിനകത്ത് ഉത്തരവാദികൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. എന്താണ് OMS ഫോർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ the observation management solution എന്നാണ് പറയുന്നത്. Provides a structured platform for recording audit observation, categorizing them based on severity. അപ്പോൾ ഇത് മേജർ ആയിട്ടുള്ള കമന്റ് ആണോ മൈനർ ആയിട്ടുള്ള കമന്റ് ആണോ പറയാൻ പറ്റും. അസൈൻ ഫോർ ഫോളോ അപ്പ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓരോ ഏത് ഓഫീസറാണ് ഇതിന് ഉത്തരവാദിപ്പെട്ട അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. OMS allows auditors to log each observation with detail, such as the cause, effect, and recommended action, ensuring that each findings is documented and actionable. Allows auditors to log each observation with detail ആയിട്ട് നമുക്ക് അതിനകത്ത് OMS ഇട്ട് കൊടുക്കാം. അതായത് കോസ്, അതിന്റെ കോസ് എന്താ, കാരണം എന്താണ്, അതിന്റെ എഫക്ട് എന്താണ്, റെക്കമെൻഡഡ് ആക്ഷൻ എന്താണെന്നുകൊണ്ട് ഓഡിറ്റർ ഇട്ട് കൊടുക്കണം. അപ്പൊ അത് എന്ത് എൻഷർ ചെയ്യും? ഫൈനാൻസ് ഡോക്യുമെന്റ്. അപ്പൊ ഈച്ച് ഫൈനാൻസ് ഡോക്യുമെന്റ് ആൻഡ് ആക്ഷനബിൾ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത് ചെയ്തിരിക്കണം. അപ്പൊ അത് ആക്ഷനബിൾ ആയിട്ട് മാറാക്കാൻ പറ്റും. During the audit, flagged accounts are displayed in OMS for immediate action. Flagged account ആണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കും. Possession marked as spot required denote that corrective action was taken immediately. നമ്മൾ എന്തായാലും കമന്റ് കൊടുത്തിട്ട് അത് അവർ ഒപ്പം തന്നെ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ സ്പോട്ട് റെക്ടിഫൈഡ് നമ്മൾ കാണിക്കും. അപ്പോൾ അൺറിസോൾഡ് ഐറ്റംസ് ആർ മാർക്കഡ് ഓപ്പൺ ഫോർ ഫർദർ റിവ്യൂ. ഓപ്പൺ ആയിട്ട് കാണിക്കും. OMS seamlessly integrate with Pendana, allowing observations and comments to be scrutinized and consolidated into reports. This integration facilitates efficient tracking, reporting, and follow-up issues with the branch management. Systematic approach provided by OMS ensures that all audit findings are logged and managed transparently, creating an organized audit trail and enhance accountability for resolving observations. റിപ്പോർട്ടിംഗ് നമുക്ക് ഇതുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ OMS കൂടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുണ്ട്. അതിന് സമയം കുറവുകൊണ്ട് നമുക്കത് കാണിക്കുന്നില്ല. വേണമെങ്കിൽ അവസാനം നോക്കാം.
reporting Pendana. Pendana is a robust tool for audit reporting, enabling auditors to document finding. ഇതാണ് റിപ്പോർട്ടിംഗ് പെൻഡാന എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് is a robust tool for audit reporting. Enable auditors to document finding, generate comprehensive report. നമ്മൾ പറഞ്ഞു OMS-ലുള്ള ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ ദിവസത്തെ 3 പ്രാവശ്യം അത് പെൻഡാനയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ OMS ഇട്ട ഡാറ്റ കൂടെ പെൻഡാനയിലോട്ട് വരും. അതാണ്. അപ്പോൾ പെൻഡാനയാണ് മെയിനായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന software എന്ന് പറയുന്നത്. Each audit item such as CASA, compliance, overdue loans or KYC adherence is logged in Pendana, creating a detailed record of observation and recommendation. ആർക്ക് നമുക്ക് അതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും, അതിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. അസസ്ഡ് ബൈ ടു എ സ്പെസിഫിക് പേഴ്സൺ വിത്ത് ഡ്യൂ ഡേറ്റ്. ഏത് സ്റ്റാഫായിട്ട് ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്രാഞ്ച് സ്റ്റാഫ് ആർ അക്കൗണ്ടബിൾ ഫോർ അഡ്രസ്സിംഗ് ഇഷ്യൂ. അപ്പോൾ അവിടുത്തെ ഏത് ബ്രാഞ്ച് ഏത് ആയിട്ടുള്ള ആ ബ്രാഞ്ച് ഓഫീസറെ അതിൽ അത് അക്കൗണ്ടബിൾ ആയിട്ട് തീരും. Pendana generate summary and detailed report. And summary report വരും, detailed report which are reviewed with the branch management for discussion and corrective action. സൈൻ ചെയ്യുന്ന മുമ്പ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. Auditors can also categorize observation as spot rectified, open or required follow up. അങ്ങനെ 3 ആയിട്ട് തരിക. പക്ഷേ ക്ലിയർ ഡോക്യുമെന്റേഷൻ, എഫിഷ്യന്റ് റെസൊല്യൂഷൻ ട്രാക്ക്. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റേഷൻ കൂടെ നടക്കുകയാണ്. These reports provides an organized overview of audit findings, supporting management in prioritizing, addressing compliance issues എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും. By centralizing our documentation and follow-up, Pendana enhance transparency, accountability, and overall audit quality, providing a strong framework for tracking and enhancing compliance. Best practice for concurrent audit. ഇപ്പോൾ നമ്മൾ ഇനി എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്ത് കൺകറന്റ് ഓഡിറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്രാഞ്ച് സ്റ്റാഫ്. നമ്മൾ അവിടെ ചെന്ന് മിണ്ടായിരുന്നു അല്ല ഓഡിറ്റ് ചെയ്തിട്ട് വന്നാൽ ഒന്നും നടക്കുകയില്ല. ഞാൻ 10-20 ആൾക്കാരിന്ന് ഒരേ സമയത്ത് ചെയ്യുന്ന വർക്ക്, 305 ചെയ്യുന്ന വർക്ക് 1-2 ഓഡിറ്റ് സ്റ്റാഫ് പോയിട്ട് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പാരലായിട്ട് നടക്കണമെന്ന് പറയുന്നു, ഫുൾ ട്രാൻസാക്ഷൻ എല്ലാ ഏരിയയും കവർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയില്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഫൈൻഡിങ്സ് ഒന്നും കറക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്രാഞ്ച് സ്റ്റാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ യൂസ് ഓഫ് എക്സെപ്ഷൻ റിപ്പോർട്ട്. എക്സെപ്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ CBS തരുന്ന എക്സെപ്ഷൻ റിപ്പോർട്ട് അല്ല, ഡെയിലി ഒരു എക്സെപ്ഷൻ റിപ്പോർട്ട് തരുന്നുണ്ട്. കൂടാതെ നമുക്ക് വേറെ റിപ്പോർട്ട്സ് എല്ലാം കിട്ടും, അതെല്ലാം എടുത്ത് നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സ്പോട്ട് റെക്ടിഫിക്കേഷൻ ഓഫ് ഇഷ്യൂസ് എത്രയും പെട്ടെന്ന് റെക്ടിഫൈ സ്പോട്ട് റെക്ടിഫൈ ചെയ്യുന്നതാണ് ഹെഡ് ഓഫീസിൽ ഉള്ളവർക്കും എല്ലാം താല്പര്യം. കോമൺ ചാലഞ്ചസ് ഇൻ കറണ്ട് ഓഡിറ്റ്. എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ സാധാരണ കാണുന്നത്? ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റ്. നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പലപ്പോഴും നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന ടൈമിംഗ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു മെയിൻ റീസൺ അവരുടെ തിരക്കൊണ്ടായിരിക്കും. പക്ഷെ പല ഡോക്യുമെന്റും ഫില്ലായി കാണത്തില്ല. അൺക്ലിയർ ഓഡിറ്റ് ട്രയൽ ഇൻ OMS ഓർ പെൻഡാന. ഓഡിറ്റ് ട്രയല് ക്ലിയർ ആകുന്നില്ല, അൺക്ലിയർ ഓഡിറ്റ് ട്രയൽ. ബാക്കി നമ്മൾ അവരെന്ത് ചെയ്യുന്നുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. റവന്യൂ ലീക്കേജസ്, ഇടയ്ക്കിടയ്ക്ക് റവന്യൂ ലീക്കേജസ് മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ട റവന്യൂ ലീക്കേജസ് ഒക്കെ വരും. സൊല്യൂഷൻ ഫോർ കോമൺ ചലഞ്ചസ്, പ്രീ ഓഡിറ്റ് മീറ്റിംഗ്സ് വിത്ത് ബ്രാഞ്ച് സ്റ്റാഫ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് മാനേജർ ആയിട്ടൊക്കെ ഡിസ്കഷൻ വെക്കണം. റെഗുലർ അപ്ഡേറ്റ്സ് ഓഫ് OMS ആൻഡ് പെൻഡാന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. കൺസിസ്റ്റന്റ് യൂസ് ഓഫ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് കൺസിസ്റ്റന്റ് ഉപയോഗിക്കണം. റെക്കമെൻഡേഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്, യൂട്ടിലൈസ് ഡാറ്റ അനാലിറ്റിക്സ് ഫോർ റിസ്ക് അസസ്മെന്റ്. നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ CBS സോഫ്റ്റ്വെയർ ഒക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. റെഗുലർ ട്രെയിനിങ് ഓൺ, അപ്പോൾ അതിനകത്തോട്ടുള്ള കമാൻഡ്സ് ഉപയോഗിച്ച് അത് അനലൈസ് ചെയ്യാൻ പറ്റണം. റെഗുലർ ട്രെയിനിങ് ഓൺ ഫിനാക്കിൾ ഓൺ OMS. ഫിനാക്കിൾ OMSലുള്ള ഫുൾ ഡീറ്റെയിൽ ട്രെയിനിങ്സ് ഒക്കെ നമ്മൾ ഇത് കമ്പനി തന്നെ നൽകുന്നുണ്ട്, അതിനൊക്കെ ഫീസ് ഉണ്ട്. എൻഹാൻസ് യൂസ് ഓഫ് പെൻഡാന ഫോർ ട്രാക്കിംഗ്. പെൻഡാന പറ്റിയുള്ള പെൻഡാന കൂടുതൽ ഉപയോഗിക്കുക. അതിന്റെ റിപ്പോർട്ടൽ പോയിന്റ് എല്ലാം പെൻഡാന കയറുകയും അത് കൺസോൾട്ട് സ്റ്റാഫ് അക്കൗണ്ടിലാകുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. കൺക്ലൂഡ് ചെയ്യാനുള്ള concurrent audit through Pinnacle ensure compliance and transparency while reporting through Pendana enhance accountability and tracking. അതാണ് നമ്മുടെ ഇന്നത്തെ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം. നമ്മുടെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ OMS എന്തോ
നമ്മൾ ഫിനാക്കിൾ എടുത്താൽ എങ്ങനെ ഇരിക്കും? ഫിനാക്കിൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഫിനാക്കിൾ ലേണിംഗ് ഓഡിറ്റേഴ്സ് ആണ്, ഇൻഫോസിസിന്റെ ഇതാണ്. ഫിനാക്കിൾ സൊല്യൂഷൻ, ഫിനാക്കിൾ കോർ സൊല്യൂഷൻ സാമ്പിൾ ഡെമോ ആണ്. ഫിനാക്കിൾ ഓഫറിംഗ് നോക്കിക്കോണേ. ഫിനാക്കിൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ട്? കോർ ബാങ്കിങ് ഉണ്ട്, അനലിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ ഇത് അതിന്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അല്ലാതെ തന്നെ നമ്മൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന്റെ പറഞ്ഞപ്പോൾ നമ്മുടെ ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ കമാൻഡ് ഉപയോഗിക്കണം നേരത്തെ പഠിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അനലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. വെൽത്ത് മാനേജ്മെന്റ് ഉണ്ട്, ഇസ്ലാമിക് ബാങ്കിങ് ഉണ്ട്, ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ട്രഷറി ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്, CRM ഉണ്ട്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് CRM, മൊബൈൽ ബാങ്കിങ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയതാണ് ഫിനാക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ 26 പബ്ലിക് സെക്ടർ ബാങ്കിൽ 12 എണ്ണം ഉപയോഗിക്കുന്നത് ഫിനാക്കിളാണ്. ഫോറിൻ ബാങ്ക്സ് 8 ഫോറിൻ ബാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓവർ 100 കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട്. പവറിംഗ് ഓവർ 44,000 ബ്രാഞ്ചസ്, 347 മില്യൺ കസ്റ്റമേഴ്സ്, 480 മില്യൺ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാണ് CBS ഇൻഫോസിസിന്റെ ഫിനാക്കിൾ സോഫ്റ്റ്വെയർ. ഫിനാക്കിൾ ബാങ്കിങ് സൊല്യൂഷന്റെ എന്റെ മെയിൻ ഷീറ്റിൽ കാണുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ്: ബ്രാഞ്ച്, ടെലിഫോൺ ബാങ്കിങ്, മൊബൈൽ, സോഷ്യൽ മീഡിയ, ATM, B2B ട്രാൻസാക്ഷൻ, ബിസിനസ് ഫംഗ്ഷൻ, ഡിപ്പോസിറ്റ്സ്, ലെൻഡിങ്, വെൽത്ത് മാനേജ്മെന്റ്, ട്രേഡ്. താഴെയാണ് റീറ്റെയിൽ ബാങ്കിങ്, കൊമേഴ്ഷ്യൽ ബാങ്കിങ്, ഇസ്ലാമിക് ബാങ്കിങ്, പ്രൈവറ്റ് ബാങ്കിങ്, മൈക്രോ ഫിനാൻസ്. ഫിനാക്കിൾ കോർ സൊല്യൂഷൻ സാമ്പിൾ മെനു ഡെമോൺസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞ കുറെ സോഫ്റ്റ്വെയറിന്റെ കുറെ സാമ്പിൾ മെനു കാണിക്കുകയാണ്. Finacle has a wide range of useful inquiry and report menu account different module. Menus with different input criteria are effective. Menu financial transaction inquiry menu HFTI. In this segment, we will look in the screen simulation of HFTI. നമ്മൾ കമാൻഡ് കൊടുത്താൽ എങ്ങനെ വരുമെന്ന് കാണിക്കുകയാണ്. ഇതാണ് സിംഗിൾ സൈൻ ഓൺ ഓഡിറ്റ് ഓഫ് ഫിനാക്കിൾ യൂസേഴ്സ്. ഫിനാക്കിളിനകത്ത് നമ്മൾ ഇവിടെ നോക്കിക്കോണേ. സൊല്യൂഷൻ SSO അഡ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരുന്നത്. ആരൊക്കെയാണ് ലോഗിൻ, ലോഗൌട്ട് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കും. മെനുസ് യൂസർ ഡീറ്റെയിൽ, മെനുസ് റോൾ ഡീറ്റെയിൽ, മെനുസ് റിസോഴ്സ് ഡീറ്റെയിൽ, മെനുസ് പാസ്വേഡ് പോളിസീസ്, മെനുസ് സോൺ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റകളൊക്കെ റിപ്പോർട്ടൊക്കെ ഇവിടെ കിട്ടും. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ പിൻ കോർ എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഇത് ഫിനാൻഷ്യൽ ആയുള്ള റിപ്പോർട്ട് എല്ലാം കിട്ടുന്നത് പിൻ കോറിലാണ്. അപ്പൊ അതിനകത്ത് മെനു ഷോർട്ട് കട്ട് നടത്തിയിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മെനു ഷോർട്ട് കട്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ അത് കൊടുത്തിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിൻഡോയിലോട്ട് വരും. ഇവിടെ നമുക്ക് അക്കൗണ്ട് ID എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഇത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഇട്ട് കൊടുത്താൽ ആ സമയത്തുള്ള ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. ഇവർ പറയുന്നത് ഡിഫറെന്റ് ഇൻപുട്ട് ക്രൈറ്റീരിയ ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദിസ് മെനു. യൂസിംഗ് വിച്ച് ദ യൂസർ ക്യാൻ റിട്രൈവ് ഡിസൈഡ് ലിസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമുക്ക് വേണ്ട ഇതിനകത്ത് കൊടുത്തിട്ട് പല വിധത്തിൽ കൊടുത്ത് നമുക്ക് പല വിധത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. HFT എന്നുള്ള കമാൻഡിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാണ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസിന്റെ കോളത്തില് ഡിലീറ്റഡ് എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞ ആ റിപ്പോർട്ട് എല്ലാം മൊത്തത്തിൽ ജനറേറ്റ് ചെയ്യാം. ഇതാണ് എക്സ്പാൻഷൻ എക്സ്പോർട്ട് വിൻഡോ ആണ്. നമുക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽ അറിയാനുള്ള വിൻഡോ ഒരു ഇതാണ്, ഐക്കണാണ് ഇത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. വ്യൂ ഡീറ്റെയിൽ എക്സ്പോർട്ട് ബട്ടൺ എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ഡിലീറ്റഡ് ട്രാൻസാക്ഷൻ ഫോർ ദ യൂസർ. ഇനി അടുത്ത ഒരെണ്ണം നോക്കുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന വ്യൂ ഡീറ്റെയിൽ എക്സ്പോർട്ട് ഐക്കൺ, ദ സിസ്റ്റം ഡിസ്പ്ലേ ദ ഡീറ്റെയിൽ വ്യൂ ഓഫ് ദ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ID നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ നോക്കുന്ന അവിടുത്തെ ഒരു പർട്ടിക്കുലർ ഓഫീസർ സാങ്ഷൻ ചെയ്ത ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റി അറിയണമെങ്കിൽ അയാളുടെ പോസ്റ്റ് യൂസർ ID ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോ വി ക്യാൻ ഓൾസോ റിട്ടേൺ യൂസർ സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ. ഫോർ എക്സാമ്പിൾ ഇഫ് യു വിഷ് ടു നോ ക്യാഷ് ട്രാൻസാക്ഷൻ പോസ്റ്റഡ് ബൈ LAK2 എന്ന് പറയുന്ന എംപ്ലോയി ഇട്ട് അപ്രൂവ് ചെയ്ത ട്രാൻസാക്ഷൻ 27 ആ പർട്ടിക്കുലർ ഡേറ്റ് ഇട്ട് കൊടുത്താൽ അന്ന് അങ്ങനെ അവധി ദിവസം വന്നിരുന്ന് ചെയ്തതായിരിക്കും. നമുക്ക് സംശയം തോന്നി നമുക്ക് ഇതിട്ട് നോക്കി നമുക്ക് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. സിസ്റ്റം ദെൻ റിട്രൈവ് ലിസ്റ്റ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ പോസ്റ്റഡ് ബൈ LAK2 എന്ന എംപ്ലോയി ഓൺ 27/2018. ആ സസ്പെൻഡ് ചെയ്യാൻ വി ക്യാൻ ക്ലിക്ക് ഓൺ വ്യൂ ഡീറ്റെയിൽ. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇഫ് യു വിഷ് ടു ഹാവ് ഡീറ്റെയിൽ വ്യൂ, അങ്ങനെ ചെയ്താൽ എന്ത് ട്രാൻസാക്ഷൻ ആണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇനി അടുത്ത എക്സംപ്ഷൻ റിപ്പോർട്ടൊക്കെ കിട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കമാൻഡ് HEX-CDM എന്നാണ്. യൂസ് HEX-CDM എന്നുള്ള കമാൻഡ് വെച്ചിട്ട് പിൻ കോറിൽ പോയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ എക്സെപ്ഷൻ വർക്ക് ക്ലാസ് ഞാൻ കണ്ട അങ്ങനെ ഓരോ ക്ലാസ്സിന് ഓരോ റേഞ്ച് കൊടുത്തിട്ടുണ്ട്.
ലോവർ റേഞ്ചുള്ള, മീഡിയം റേഞ്ച്, ഹൈ റേഞ്ച്, ഓരോരുത്തർക്കും ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ അനുസരിച്ച് അവർക്കാണ് അപ്രൂവൽ ഓരോ പവർ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ട്രാൻസാക്ഷൻ എക്സെപ്ഷൻ എൻക്വയറി കൊടുത്ത ഹിയർ വി ആർ സ്പെസിഫൈങ് ദ അപ്രൂവൽ യൂസ് ഐഡിയാസ് അലോക്കേറ്റ് ടു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സോ ആസ് ടു വ്യൂ ദ ലിസ്റ്റ് ഓഫ് സ്റ്റോർഡ് എക്സംഷൻ ഓവർ റിട്ടൺ അലോക്കേറ്റ് ടു. നമ്മളിപ്പോൾ ഇവരുടെ പവർ ഉപയോഗിച്ച് അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഓവർ റിട്ടൺ ചെയ്യാൻ പറയും. എക്സെപ്ഷൻ റിപ്പോർട്ട് വന്ന ട്രാൻസാക്ഷനൊക്കെ താഴെക്കാരുടെ ആൾക്കാർ ചെയ്ത കാര്യങ്ങളിൽ എക്സെപ്ഷൻ റിപ്പോർട്ട് വന്നു മുകളിലത്തെ ആളുടെ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അയാൾ ഓവർ റൈറ്റ് ചെയ്ത എത്ര ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് അറിയാൻ ഇതിനകത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ ട്രാൻസാക്ഷൻ എക്സെപ്ഷൻ എൻക്വയറി റിപ്പോർട്ടിൽ വന്നിട്ട് ഇങ്ങേരുടെ ഐ ഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്രൂവൽ യൂസർ ഐ ഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങേര് ഓവർ റൈഡ് ചെയ്ത എക്സെപ്ഷൻ റിപ്പോർട്ട് എല്ലാം കാണാൻ പറ്റും. അതാണ് ഈ കാണിക്കുന്നത്. സിസ്റ്റം ദെൻ റിട്രൈവ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റോർഡ് എക്സെപ്ഷൻ ഓവർ റിട്ടൺ by allocate to user as on date. We can click on transaction ID explored icon. We wish to have a detailed view of each individual transaction. HEX CPRPT എന്ന് പറഞ്ഞാൽ for retrieving a report on stored exception the user can enter the required input criteria. മാനേജറാണ്, മാനേജറിന് ഇട്ട് കൊടുക്കാം. സോൾ ഐ ഡി ആണ് അങ്ങനെ ഇട്ട് കൊടുക്കാം. HEX CPRPT റിപ്പോർട്ടാണ് പറയുന്നത്. This is a sample of the exception report. HEC ULMTI ഇട്ട് കൊടുത്താൽ നമുക്ക് കസ്റ്റമർ ലിമിറ്റ് ദ ഇൻപുട്ട് ക്രൈറ്റീരിയ ഈസ് ദ CF ID ഓഫ് ദ കസ്റ്റമർ ഹൂസ് ഡീറ്റെയിൽസ് ആർ റിക്വയർഡ് ടു ബി റിവ്യൂഡ്. ഇവിടെ നമ്മുടെ ഐ ഡി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു പറയില്ലേ, ആണ് CF ID എന്ന് പറയുന്നത് അയാളുടെ കസ്റ്റമർ ID ആണ്. ആ ID ഇട്ട് കൊടുത്താൽ അയാളെ എടുത്ത ലോൺ എല്ലാം മൊത്തമായിട്ട് ദിസ് ഈസ് ദ കസ്റ്റമർ ലിമിറ്റ് ഡീറ്റെയിൽ, അയാൾക്ക് മൊത്തം എത്ര ബാങ്ക് എത്ര ലോൺ കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ എല്ലാം വരും. ദിസ് ദ സെക്യൂരിറ്റി ഡീറ്റെയിൽ സ്ക്രീൻ. അവിടെ ആണെങ്കിൽ അവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ തന്ന കൊടുത്തത് ഇത് പ്രൈമറി സെക്യൂരിറ്റി, കൊളാറ്റർ സെക്യൂരിറ്റിയുടെ ഒക്കെ വാല്യൂ ഒക്കെ തെളിഞ്ഞു വരും. ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് ലോണുമായിട്ട് കവർ ചെയ്യുന്നുണ്ടോ, വാല്യൂഷൻ കറക്റ്റ് ആണോ, കറക്റ്റ് ആളാണോ ചെയ്യുന്നത് നോക്കാം. പക്ഷേ കൊളാറ്ററൽ ഡീറ്റെയിൽസ്, കൊളാറ്ററൽ ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ക്രീനാണ് ഇത്. കൊളാറ്ററൽ എത്ര സെക്യൂരിറ്റി ഉണ്ട്, ടോട്ടൽ ലിമിറ്റ് എത്രയാണ്, ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്, അതിന്റെ സെക്യൂരിറ്റി വാല്യൂ എത്രയാണ് എന്നൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് ഒരു ഇതെന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ അടുത്ത എടുക്കുവാണെങ്കിൽ OMS യൂസർ മാനുവൽ ഉണ്ട്. OMS നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അതിനകത്ത് സിസ്റ്റത്തിൽ കയറിയാൽ അതെങ്ങനെ കാണുന്നതാണ് ഇപ്പൊ പറയുന്നത്. ആദ്യം ലോഗിൻ ചെയ്യണം. ഇങ്ങനെയാണ് ആ സ്ക്രീൻ വരുന്നത്. ലോഗിൻ നമ്മൾ ഏത് ഓഡിറ്റ്, എല്ലാ ഓഡിറ്റും നമ്മൾ ലോഗിൻ ചെയ്ത് ആക്റ്റീവ് ചെയ്യുമ്പോൾ എല്ലാ ഓഡിറ്റും കാണിക്കും. നമ്മൾ വേണ്ട കൺകറന്റ് ഓഡിറ്റ് ഇന്ന ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണം, ഡേറ്റും ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റുള്ള റിപ്പോർട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇട്ട് കൊടുക്കണം. അത് മാറിപ്പോകാൻ പാടില്ല, മാറിക്കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. Audit details, concurrent audit, concurrent audit, pending account will display all accounts of the auditee unit. അപ്പോൾ ഇത് OMS ഓപ്പൺ ചെയ്ത ഉടനെ അവിടെയുള്ള ഈ പീരീഡ് കൊടുത്ത പീരീഡിനിടയ്ക്ക് സാങ്ഷൻ ചെയ്ത എല്ലാ ലോൺ ഡിസ്പ്ലേ വരും. നമുക്ക് അതിനനുസരിച്ചായിട്ട് കമന്റ് ഇട്ട് കൊടുക്കാം. അതിന്റെ കാരണം എന്താണെന്ന് ഇട്ട് കൊടുക്കാം. അതിന്റെ ഫോളോ അപ്പ് എന്താ റെക്കമെൻഡേഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് പീരീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൺകറന്റ് ഓഡിറ്റ് ഏതെങ്കിലും ബ്രാഞ്ച് സെലക്ട് ചെയ്ത് പീരീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എല്ലാം ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഓരോ ഇതിലേക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ID കൊടുത്ത് വേണം സെർച്ച് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് സെലക്ട് ചെയ്തെടുക്കണം, അങ്ങനെ എടുക്കാം. കമന്റ്സ് വൺസ് അപ്ലോഡ് ഇൻ പെൻഡാന കനോട്ട് ബി ഡിലേറ്റ് ടു OMS. OMS ഇട്ട സാധനം പെൻഡാനിലേക്ക് ഒരു ദിവസം 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പിന്നെ OMS നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പോഡ്കാസ്റ്റ് ഡിലീറ്റ് ഒബ്സർവേഷൻ അപ്പം പെൻഡാനെ പോയി ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വല്ല മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റിക്കോണം. ഇത് നമ്മൾ കാണുന്നത് ടെസ്റ്റ് ഡേറ്റ ഓരോന്നെടുത്ത് അതിന്റെ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് കുറെ കമന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഒബ്സർവേഷൻ ഇട്ട് കൊടുക്കുക. കമന്റ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കമന്റ് ഇട്ട് സേവ് ചെയ്യുക. നമ്മൾ ഫെയർ ട്രേഡ് ഒബ്സർവേഷൻ നമ്മുടെ ഒബ്സർവേഷൻ ഇട്ട് കൊടുക്കുക. പിന്നെ അപ്ലോഡ് ടു പെൻഡാനിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ സ്റ്റാറ്റസും കാണാൻ പറ്റും ആ റിപ്പോർട്ട് നോക്കി കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ അപ്ലോഡ് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റിയത്. ഡൗൺലോഡിംഗ് വേരിയസ് റിപ്പോർട്ട്. വേരിയസ് റിപ്പോർട്ട്സ് can be exported to Excel from OMS for making the audit work much easier. The various reports are mentioned below. പിന്നെ കുറെ റിപ്പോർട്ടും പിന്നെ നമുക്ക് OMS നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത പെൻഡാൻ നമ്മൾ പറഞ്ഞ OMS ഇട്ട് കഴിയുന്നത് വെച്ചാൽ ലോൺസ് അഡ്വാൻസിന്റെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് OMS ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒരു ദിവസം 3 പ്രാവശ്യം ഈ പെൻഡാന എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. OMS ഇട്ട ഡേറ്റയൊക്കെ പെൻഡാനെ വന്ന് കൊടുക്കും. അത് നമുക്ക് അവിടെ വെച്ച് നമുക്ക്
കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഫിന് ഇത് വർക്കൊക്കെ അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും. എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്, എന്താണ് ചെയ്ത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്ത്, ഇത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ, ഇതിന്റെ കോസ് എന്താണ്, എഫക്ട് എന്താണ്, റെക്കമെൻഡേഷൻ എന്താണെന്നൊക്കെ പറയാൻ പറ്റും. ഇത് പെൻഡാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ വിൻഡോ വരുന്നത്. 3 വിൻഡോ ഉണ്ട്. മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്, സ്പൈൻ മെനു എന്ന് പറയുന്നത് ഇതാണ്, നാവിഗേറ്റർ മെനു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പ്രോപ്പർട്ടീസ് പെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കമന്റ് ഒക്കെ ഇതിനകത്തോട്ട് സ്റ്റാൻഡർഡൈസ് കമന്റ് ഉണ്ട്. ആ കമന്റ് എടുത്തിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ഈ വിൻഡോയിലാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിന്റെ ആർക്കാണ് അസൈൻ ചെയ്യേണ്ടത്, മാനേജർക്കാണോ അതോ അവിടുത്തെ ആർക്കാണ് അതിന്റെ കമന്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്ന കോളമാണ് ഈ ഇത് പറയുന്നത് പ്രോപ്പർട്ടീസ് ബാൻഡ് എന്ന് പറയും. പ്രോപ്പർട്ടീസ് പെയിൻ ഇതാണ് നാവിഗേറ്റർ മെനു. അപ്പൊ ഇവിടാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നതാണ് മെയിൻ. ഇത് ഓഡിറ്റ് വർക്ക്, ലൈബ്രറി ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഓഡിറ്റ് വർക്ക് ഞെക്കി പ്രസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒബ്സർവേഷൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. മെയിൻ അവൈലബിൾ സ്പൈൻ മെനു, യൂണിവേഴ്സ്, ലൈബ്രറി, ഓഡിറ്റ് മെനു ഓപ്ഷൻ, റിബൺ മെനു എന്ന് പറയുന്നത് ജനറൽ കമാൻഡ്. റിബൺ മെനു എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറൽ കമാൻഡ് ഉണ്ടോ, ജനറൽ കമാൻഡ്. സ്പൈൻ മെനു ഉണ്ട്. റിബൺ മെനു എന്ന് പറയുന്നത് ഇതാണ്. നാവിഗേറ്റർ മെനു കാണിച്ചു തന്നു. പ്രോപ്പർട്ടീസ് മെനു ഉണ്ട്. അപ്പോൾ മെനു ഓപ്ഷൻ ഫോർ റിബൺ ജനറൽ കമാൻഡ്. മെനു ഓപ്ഷൻ നാവിഗേറ്റർ, സെലക്ട് ഓഡിറ്റ് ടൈപ്പ്, കൺകറന്റ് ഓഡിറ്റ് സെലക്ട് ചെയ്യണം. പ്രോപ്പർട്ടീസ് പെയിനിൽ അപ്ഡേഷൻ ആണ്, കമന്റ്സ്, ഡീറ്റെയിൽസ്, സ്പോട്ട് ആക്ടിവേറ്റ് ആണ്, ഓണർ അസൈൻമെന്റ് എല്ലാം നടക്കുന്ന പ്രോപ്പർട്ടീസ് പെയിൻ നമ്മൾ പറഞ്ഞു. റൈറ്റ് സൈഡിലുള്ള ഫിൽട്ടർ ഏരിയ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. മെയിൻ സ്ക്രീൻ, ഓൾ ദ entries that are currently live will be displayed here. For example, once the checklist updated is done, and the checklist uploaded in audit will be shown here. Main screenൽ ഇവിടെ വരും. ഓഡിറ്റ് വർക്കിൽ നമ്മളിട്ട കമന്റ്സ് ഒക്കെ ഇവിടെ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ ഇത് പച്ചയാവും. ഇപ്പൊ ചുവന്ന് കിടക്കുന്ന കമന്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഓപ്പൺ ആയി സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് പച്ചയാവും. Steps to be followed by content auditor. Audit start. Use the universal spine കുത്തി ഓഡിറ്റ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സൈൻ ഓഫ് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആകും. അത് ഓഡിറ്റ് തുടങ്ങുന്നതാണ് അങ്ങനെ. പിന്നെ ലാഞ്ച് ഓഡിറ്റ് ചെയ്യണം. സെലക്ട് ഓഡിറ്റ്, റൈറ്റ് ക്ലിക്ക്, ലാഞ്ച് എന്ന് കൊടുക്കുമ്പോൾ അത് ലാഞ്ച് ആവും. അപ്ഡേറ്റ് പൊസിഷൻ, ഡേറ്റ് ആൻഡ് ഓഡിറ്റ്, ഏതോ കറക്റ്റ് ആയിട്ട് ഡേറ്റ്, പീരീഡ്, മാസത്തിന്റെ ഫസ്റ്റ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ അത് മാറ്റാൻ പറ്റുകയില്ല. അസൈനിങ് ഓഫ് കോൺടാക്ട്സ്. ഹിയർ ഓഡിറ്റർ അസൈൻ ദ അഡ്വാൻസ് ഓഫീസർ ഓഫ് ദ ബ്രാഞ്ച് ആൻഡ് പ്രിൻസിപ്പൽ ഓഫീസർ. മാനേജറെയും അടുത്ത അഡ്വാൻസ് ഓഫീസർ നമ്മൾ അസൈൻ ചെയ്യും. പിന്നെ 2 പ്രിൻസിപ്പൽ ഓഫീസറും സോൺ ഇൻസ്പെക്ടറെയും കൂടെ അസൈൻ ചെയ്യും. പിന്നെ അപ്ഡേഷൻ ഓഫ് ചെക്ക് ലിസ്റ്റ്. ഇവിടെ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. കമാൻഡ്, ഡിസ്പ്ലേ ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, ഗെറ്റ് അപ്ഡേറ്റ് ഫ്രം ലൈബ്രറി. ഇവിടെ പോയി ഓരോ കമന്റിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഫുള്ളി റെക്ടിഫൈഡ് ആണോ, സ്പോട്ട് റെക്ടിഫൈഡ് ആണോ ഒക്കെ കൊടുക്കാൻ പറ്റും. ടെസ്റ്റിംഗ് അഡ്വാൻസ് ചെക്ക് ലിസ്റ്റ്. വി ആർ യൂസിങ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കോഡ് ഒബ്സർവേഷൻ മാനേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടു എൻ്റർ കമന്റ്സ് ലെറ്റ് ഓൾ അഡ്വാൻസ് എക്സെപ്റ്റ് ഗോൾഡ് ലോൺ മാത്രം പെൻഡാനെ കൂടെ ഇടുന്നത്. ബാക്കി ലോൺ എല്ലാം OMS കൂടാണ്. സെപ്പറേറ്റ് മാനുവൽ സെറ്റ് ചെയ്തത്. Auditor should ensure that all state is Pendan is open for entering comments in OMS. Testing on general checklist in the CASA letter accounts of this is used to test CASA account observation Pendan direct on it. Like a cash, KYC, sample, and the cover out. Audit worker, audit worker, audit execution, display, audit worker, audit execution. അവിടെ കൂടാണ് ഇടുന്നത്. ഓഡിയേഷൻ, ഡിസ്പ്ലേ, ടെസ്റ്റ്. Auditor shall double click on the observation now. All the irregularities under test will be displayed. Salary irregularity which has failed and mark as reported in column named outcome. Go to properties pane, enter details like description, cause and effect and recommendations, severity. Click on save icon to save the above changes. Updation observation to action. The test which was reported was failed in step 7 will be converted into action. Audit work observation action command. Ribbon observation, select the observation, right click, add an action. Then click ചെയ്യേണ്ട ഓരോ വിൻഡോ പറഞ്ഞിരിക്കുകയാണ്. Audit work observation action client command. Command click ചെയ്യുമ്പോൾ go to property pane, enter details like description, severity, save icon, save the service. Audit observation action. അസൈനിങ് ഓണർ. ഇതൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ഏകദേശം ഒരു ഐഡിക്ക് വേണ്ടി നമ്മൾ പറയുന്നതാണ്. അസൈനിങ് ഓണർ, ഇൻട്രസ്റ്റ് പാർട്ടി, കൺകറന്റ് ഓരോ ഓണർ അസൈൻ ചെയ്യാച്ച മാനേജരെയും അടുത്ത ഓഫീസർ ആരാണ് ഇൻട്രസ്റ്റ് അവരെ അസൈൻ ചെയ്ത് കൊടുക്കുക. കോസ് ആൻഡ് റെക്കമെൻഡേഷൻ, അപ്രൂവൽ. നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ അപ്രൂവൽ ഓഫ് ഓഡിറ്റ്. ഒരു ഓഡിറ്റർ ഷാൽ അപ്രൂവ് ഓൾ പ്രോസസ് ഒബ്സർവേഷൻ ഫോർ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റ് പ്രോസസ് അപ്രൂവ് ചെയ്യണം.
ഓഡിറ്റ് ഒബ്സർവേഷനും അപ്രൂവ് ചെയ്യണം. അപ്രൂവൽ പ്രോസസ് കഴിഞ്ഞാൽ ഓഡിറ്റ് വർക്കിൽ പോയി ഓഡിറ്റ് എക്സിക്യൂഷൻ എടുത്ത് കമാൻഡ് ഡിസ്പ്ലേ എടുത്ത് ഓഡിറ്റ് പ്രോസസ് റൈറ്റ് ക്ലിക്ക് ഓൺ പ്രോസസ് സൈൻ ഓഫ് കൊടുക്കണം. സെറ്റാസ് അപ്രൂവ്ഡ് എന്നാണ്. അപ്രൂവൽ ഒബ്സർവേഷൻ ആദ്യം നമ്മൾ കൊടുത്ത ഓഡിറ്റ് അപ്രൂവൽ പ്രോസസ് ആയിരുന്നു. ഇനി ഒബ്സർവേഷൻ ഓഡിറ്റ് വർക്ക് ഒബ്സർവേഷൻ ആക്ഷൻ കമാൻഡ് ഒബ്സർവേഷൻ റൈറ്റ് ക്ലിക്ക് ഓൺ ഒബ്സർവേഷൻ സൈൻ ഓഫ് സെറ്റാസ് അപ്രൂവ്ഡ്. ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ജനറേഷൻ ഓഫ് ഫൈനൽ റിപ്പോർട്ട് അങ്ങനെ അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്യുക, നമ്മൾ സൈൻ ചെയ്യുക. അത് നമ്മൾ പെൻഡാനെ കൂടെ പിന്നെ അപ്ലോഡ് ചെയ്യുക. മാനേജർ സിഗ്നേച്ചർ വാങ്ങിച്ച ശേഷം അത് പെൻഡാനെ വീണ്ടും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ആകും. അങ്ങനെ അതാണ്.